500 രൂപയ്ക്ക് സ്റ്റിച്ചിങ് പഠിപ്പിക്കുക എന്ന് പറയുമ്പോൾ ഏറ്റവും ആദ്യം മനസ്സിലേക്ക് കള്ളത്തരമായിരിക്കും എന്നൊരു തോന്നലാണ് വരണേ. കാരണം 500 എന്ന് പറയുമ്പോൾ ഒരു വലിയ എമൗണ്ട് അല്ല ഇന്നത്തെ കാലത്ത്. അപ്പോൾ ഈ 500 രൂപയ്ക്ക് സ്റ്റിച്ചിങ് പഠിപ്പിച്ചു, അതും 6 മാസത്തേക്ക് ആ 500 രൂപ എന്ന് പറയുമ്പോൾ അതെങ്ങനെ മുതലാവുന്നേ? എന്നുവെച്ചാൽ 500 രൂപ മാത്രം അടച്ചാൽ അവർക്ക് 6 മാസം വരെ പഠിക്കാം. അത് ബേസിക് ടു അഡ്വാൻസ്ഡ്. സ്റ്റിച്ചിങ്ങിനെ കുറിച്ച് ഒന്നും അറിയാത്ത ഒരാളാണെങ്കിലും കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിട്ട് കട്ട് ചെയ്യാൻ ഭയപ്പെട്ടിരിക്കുന്ന ഒരാളാണെങ്കിലും കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കാൻ പേടിച്ചിരിക്കുമല്ലോ, അങ്ങനെ ചെയ്യണവരാണെങ്കിലൊക്കെ ഏറ്റവും മികച്ച രീതിയിൽ അവരെ പ്രാപ്തരാക്കുക എന്നുള്ളതാണ്. അതിന് നമ്മൾ മന്ത്ലി ഫീ വാങ്ങാതെ ഒറ്റ തവണ പേയ്മെൻറ്റ് 500 രൂപ മാത്രം. നല്ല രീതിയിൽ 6ാം ക്ലാസ് പഠിക്കണ കുട്ടി എൻ്റെ ക്ലാസ്സിൽ ജോയിൻ ആയിട്ട് ജോയിൻ ആയതൊന്നും എനിക്ക് അറിഞ്ഞുകൂടെ. എൻ്റെ സ്റ്റാഫാണ് അഡ്മിഷൻ എടുത്തത്. ഒരു ദിവസം മെഷീൻ കംപ്ലയിൻ്റ് ആണെന്ന് പറഞ്ഞിട്ട് എന്നെ വിളിച്ചപ്പോൾ ഞാൻ വീഡിയോ കോളിൽ പോയി. മോളിങ്ങനെ മെഷീൻ എടുത്തിട്ടുണ്ട്, ഉമ്മാനെ വിളിക്കുക പറഞ്ഞു. ഞാനാ മിസ്സേ സ്റ്റുഡൻറ്റ്, ഉമ്മല്ല. സ്റ്റിച്ച് ഇതൊക്കെ കാണിച്ചു തന്നപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. എന്തൊക്കെ കഫ്താനി, കോഡ് സെറ്റ്, മാം ഇതൊക്കെ ഞാൻ ചെയ്തതാട്ടോ. കുട്ടിക്ക് മെഷീനൊന്നും നന്നാക്കണ്ട, ഇന്നങ്ങനെ കാണിച്ചാൽ മതി. ആദ്യമായിട്ട് ഞങ്ങൾ തമ്മിൽ നേരിട്ട് കാണണമല്ലോ ആദ്യമായിട്ട്. ആ ഒരു സന്തോഷം. ഞാൻ എൻ്റെ ക്ലാസ്സിൽ സ്റ്റാറാന്നൊക്കെ പറഞ്ഞതിനോട് ഉണ്ട്. ഞാൻ പറഞ്ഞു എനിക്കൊരു 20,000-ൽ പരം സ്റ്റുഡൻ്റ് ഉണ്ട്. ഒന്നോടെ പറഞ്ഞ് എത്ര സ്റ്റുഡൻസ് ഉണ്ട്? സ്റ്റുഡൻസ് ഉണ്ട് 20,000-ൽ പരന്ന് പറയുമ്പോൾ അതിൻ്റെ മേലെ ലോകം മുഴുവൻ പരന്ന് കിടക്കുവാണ്. ദുബായ്, ഖത്തർ, ഒമാൻ, സൗദി അറേബ്യ, UK, USA, ആൻഡമാൻ ദ്വീപ്, ലക്ഷദ്വീപ്, നമ്മളെ 14 ജില്ലകളിൽ നിന്നും, കൂടാതെ തമിഴ്നാട്, കർണാടക. എനിക്കതും ആ ഭാഷ ഒന്നും അറിഞ്ഞുകൂടെ കേട്ടോ, പക്ഷെ എന്നാലും ഞാൻ ഡീൽ ചെയ്യും ഒരുവിധം. അവരിൻ്റെ അടുത്ത് പറയും മാം പറഞ്ഞാൽ മതി, ഞങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ ചെറുതായിരിക്കുമ്പോൾ തൊട്ട് ഒരു 10ാം ക്ലാസ് വരെ എൻ്റെ എല്ലാ ഉടുപ്പുകളും തയ്ച്ചുകൊണ്ടിരുന്നത് അമ്മയാണ്. അമ്മയുടെ അമ്മ നന്നായിട്ട് തയ്ക്കുമായിരുന്നു. കുഞ്ഞുടുപ്പ് മുതൽ എല്ലാ ഡ്രസ്സും തയ്ക്കുമായിരുന്നു. അമ്മയുടെ അനിയത്തിയും തയ്ക്കും. പക്ഷെ ഞാൻ യാതൊരു തരത്തിലും തയ്യലിൻ്റെ ഒന്നുമില്ലാതെ നടന്നപ്പോൾ എൻ്റെ അമ്മ പറഞ്ഞു, എൻ്റെ മോളെ ഉടുപ്പിൻ്റെ അരികടിക്കാനെങ്കിലും നമ്മൾ അറിഞ്ഞിരിക്കണം, അതിന് ആൺ പെൺ വ്യത്യാസമില്ലെന്ന്. അങ്ങനെ നടന്ന എൻ്റെ മുന്നിലേക്ക് ഒരു ദേവതയെ പോലെ വന്നത് നൂർജഹാനാണ്. A to Z സ്റ്റിച്ചിങ് ഐഡിയാസ് നൂർജഹാൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടേതാണ്. നൂർജഹാൻ ആരാണ്, എന്തുകൊണ്ടാണ് എനിക്ക് സ്റ്റിച്ചിങ്ങിൽ ഇൻട്രസ്റ്റ് ഉണ്ടായത് എന്നുള്ളൊരു യാത്ര അത് നമ്മളിവിടെ തുടങ്ങുകയാണ്. നൂർജഹാൻ, വെൽക്കം. സന്തോഷം. ഇവിടെ മലപ്പുറം ജില്ലയിലെ അരീക്കോടാണ് നൂർജഹാൻ്റെ സ്ഥലം, കല്യാണം കഴിച്ചിരിക്കുന്ന വീട്. ശരിക്കുള്ള വീട് എവിടെയാണ്? മലപ്പുറം ജില്ലയിലെ തന്നെ തിരൂര് വെട്ടം. ഈ സ്റ്റിച്ചിങ് എന്ന് പറയുമ്പോൾ എല്ലാവരും ക്ലാസ്സുകൾ മാസാമാസം വലിയ വലിയ പൈസയ്ക്ക് പോയി പഠിക്കുന്ന ഏർപ്പാടാണ്. ഞാനാണെങ്കിലും ഞാൻ 1-2 സ്ഥലത്തൊക്കെ ചോദിച്ചപ്പോൾ 2,500 rupees പെർ മന്ത്, 3,000 പെർ മന്ത്, അങ്ങനെ സ്റ്റിച്ചിങ്ങിൻ്റെ പല സ്ഥലങ്ങളും ഞാൻ കണ്ടു. അപ്പോൾ അത് അവർ പറയണ പോലെ ആ ഒരു ഓർഡറിൽ പോകണം. പിന്നെ ചിലർ പറയും നമുക്ക് ഇഷ്ടമുള്ളത് മാത്രം പഠിപ്പിക്കാം, അങ്ങനെ. പക്ഷേ ഈ എപ്പോഴും പോക്ക് നമുക്ക് പറ്റണം എന്നില്ല. പ്രത്യേകിച്ച് തിരക്കുള്ള ഒരുപാട് ജോലികൾ, ഇപ്പോൾ തിരക്കുള്ള ജോലി പുറത്തു പോയി ചെയ്യണമെന്നില്ല, വീട്ടിലാണെങ്കിലും എല്ലാ ദിവസവും റെഗുലറായിട്ട് അങ്ങനെ പോയി പഠിക്കാൻ പറ്റണമെന്നില്ല. അങ്ങനെയുള്ള സമയങ്ങളിലാണ് ഓൺലൈൻ സ്റ്റിച്ചിങ് എന്ന് പറയുന്ന ഒരു പരിപാടിയൊക്കെ. പക്ഷേ അതും ഈ പറഞ്ഞ പോലെ ഒരു മാസം കഴിഞ്ഞാൽ വീണ്ടും പൈസയാണ്. നൂർജഹാൻ്റെ സ്റ്റിച്ചിങ് സെൻറ്ററിൻ്റെ പ്രത്യേകത എന്താണ്? ഇതന്നെയാണ് ആ പ്രത്യേകത. എന്നുവെച്ചാൽ 500 രൂപ മാത്രം അടച്ചാൽ അവർക്ക് 6 മാസം വരെ പഠിക്കാം. അത് ബേസിക് ടു അഡ്വാൻസ്ഡ്. സ്റ്റിച്ചിങ്ങിനെ കുറിച്ച് ഒന്നും അറിയാത്ത ഒരാളാണെങ്കിലും കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിട്ട് കട്ട് ചെയ്യാൻ ഭയപ്പെട്ടിരിക്കുന്ന ഒരാളാണെങ്കിലും കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കാൻ പേടിച്ചിരിക്കുമല്ലോ, അങ്ങനെ ചെയ്യണവരാണെങ്കിലൊക്കെ ഏറ്റവും മികച്ച രീതിയിൽ അവരെ പ്രാപ്തരാക്കുക എന്നുള്ളതാണ്. അതിന് നമ്മൾ മന്ത്ലി ഫീ വാങ്ങാതെ ഒറ്റ തവണ പേയ്മെൻറ്റ് 500 രൂപ മാത്രം. 500 രൂപയ്ക്ക് സ്റ്റിച്ചിങ് പഠിപ്പിക്കുക എന്ന് പറയുമ്പോൾ ഏറ്റവും ആദ്യം മനസ്സിലേക്ക് കള്ളത്തരമായിരിക്കും എന്നൊരു തോന്നലാണ് വരണേ. കാരണം 500 എന്ന് പറയുമ്പോൾ ഒരു വലിയ എമൗണ്ട് അല്ല ഇന്നത്തെ കാലത്ത്. അതെ. അപ്പോൾ ഈ 500 രൂപയ്ക്ക് സ്റ്റിച്ചിങ് പഠിപ്പിച്ചു, അതും 6 മാസത്തേക്ക് ആ 500 രൂപ എന്ന് പറയുമ്പോൾ അതെങ്ങനെ മുതലാവുന്നേ? ഇത് 2 തരത്തിലാണ് നമ്മൾ ചിന്തിക്കണത്. ഒരു പക്ഷേ സാമ്പത്തികപരമായിട്ട് മുന്നോട്ട് നിൽക്കുന്ന വ്യക്തികൾക്ക് ഇപ്പോൾ വലിയൊരു ഫീ തന്നിട്ട് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ കഴിയും. പക്ഷെ താഴെ തട്ടിൽ നിൽക്കുന്നവരെങ്ങനെ പഠിക്കുക? അവരും കൂടി പരിഗണിക്കണ്ടേ? അപ്പോൾ അവരെയും കൂടി മുൻനിരയിലേക്ക് കൊണ്ടുവരണം. അവർക്കൊരു തൊഴിൽ മാർഗ്ഗം ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അവരെ നല്ല രീതിയിൽ പ്രാപ്തരാക്കിയെടുക്കണം. അപ്പോൾ 500 രൂപയ്ക്ക് അത് പഠിപ്പിക്കാൻ പറ്റും? തീർച്ചയായിട്ടും. അപ്പോൾ എൻ്റെ എല്ലാ സംശയങ്ങളും ഞാൻ ചോദിക്കട്ടെ. ഞാൻ തയ്ച്ചിട്ടില്ല എന്ന് വിചാരിക്കാം, ഒന്നും അറിയത്തില്ല എനിക്ക്. അപ്പോൾ എനിക്കൊരു മെഷീൻ മേടിക്കുന്നത് ഏതാന്ന് പോലും എനിക്കറിയത്തില്ല. പലതരം മെഷീൻ ഉണ്ടല്ലോ. പക്ഷെ എനിക്ക് തയ്യൽ പഠിക്കാൻ ഭയങ്കര ആഗ്രഹമാണ്. അപ്പോൾ ഞാൻ എന്താ ചെയ്യേണ്ടത് നൂർജഹാൻ്റെ അടുത്ത് 500 രൂപയ്ക്ക് തയ്യൽ പഠിക്കണമെങ്കിൽ? ആദ്യം നമ്മളെ കോൺടാക്റ്റ് ചെയ്യാം, അതിന് 500 രൂപ പേയ്മെൻറ്റ് ചെയ്യാം. പിന്നെ മെഷീൻ ഏത് വേണമെന്നുള്ളത്
നമ്മൾ അവർക്ക് ഏതാണ് യൂസ്ഫുൾ ആവണം, അവർക്ക് അവരുടെ ബഡ്ജറ്റൊക്കെ നോക്കണ്ടേ, അതിനനുസരിച്ച് ഒരു മെഷീൻ വാങ്ങാനുള്ള നിർദ്ദേശം കൊടുക്കും. അതിൻ്റെ ഫോട്ടോ വിട്ടുതരാൻ പറയും. അതെങ്ങനെ പ്രസൻറ്റ് ചെയ്ത് തുടങ്ങണം, എങ്ങനെ ഒരു മെഷീൻ ഉപയോഗിച്ച് തുടങ്ങണം എന്നുള്ള എല്ലാ കാര്യങ്ങളും അടങ്ങുന്ന ഒരു വീഡിയോ ആദ്യം കൊടുക്കും. പിന്നെ അതൊരു തുണിയിൽ എങ്ങനെ പ്രസൻറ്റ് ചെയ്യണം എന്നുള്ള മറ്റൊരു വീഡിയോ കൊടുക്കും. അത് രണ്ടും ഓക്കെ ആയി കഴിഞ്ഞാൽ എല്ലാ ഷേപ്സിലൊക്കെ സ്റ്റിച്ച് ചെയ്യാനുള്ളൊരു വീഡിയോ ആണ് രണ്ടാമത് കൊടുക്കുക. അത് കഴിഞ്ഞാൽ അവരെ ഞാൻ നേരെ ക്ലാസ്സിലേക്ക് ജോയിൻ ആക്കും. അത് നമ്മൾ ചുരിദാറിൽ നിന്നാണ് സ്റ്റാർട്ടിങ്. ചുരിദാറിൽ നിന്ന് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും? അത് അഡ്വാൻസ്ഡ് അല്ലേ? അല്ല, പാൻ്റാണ് അതിൻ്റെ ബേസിക്. ഇപ്പോൾ ശരിക്കും നമ്മളെ അടുത്തേക്ക് വരുന്ന ഒരു വ്യക്തി ബേസിക് അറിയില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ കണക്കാക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അവർക്ക് മെഷീനെ കുറിച്ചൊന്നും അറിയില്ല എന്നുള്ളതാണ്. അല്ലാതെ ഒരു ലൈൻ അടിക്കാൻ അറിയണ ഒരാളെ പോലും ഞാൻ ഒരു ബേസിക് ലെവലിലേക്ക് കൂട്ടാറില്ല. നേരെ ക്ലാസ്സിലേക്ക് ജോയിൻ ആക്കും. ഇപ്പോൾ ഒരു സംശയം ചോദിക്കട്ടെ. 10ാം ക്ലാസ് കഴിഞ്ഞുള്ള അവധിക്ക് അമ്മ എന്നെ തയ്യൽ പഠിക്കാൻ വിട്ടു. എനിക്ക് ചുരിദാർ പഠിച്ചാൽ മതി, അതായിരുന്നു എൻ്റെ ആഗ്രഹം. പക്ഷെ ഞാൻ ചെന്ന സമയത്ത് അവർ പറഞ്ഞു അങ്ങനെ ചുരിദാർ പഠിക്കാൻ പറ്റത്തില്ല, ഒന്നേന്ന് പഠിപ്പിച്ചു, അപ്പോൾ സൈഡ് അടിപ്പിച്ചു, അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു. പിന്നീട് ഞാൻ തയ്ച്ചിട്ടില്ലെങ്കിലും ഞാൻ എൻ്റെ സ്വന്തം ചുരിദാറുകൾ 2-3 തയ്ച്ചു. പക്ഷെ പിന്നെ ഞാനത് വിട്ട് കളഞ്ഞു. അപ്പം അന്ന് അവർ പറഞ്ഞത് നമ്മൾ ഇത് പഠിക്കാണ്ട് ചെറിയ ചെറിയ സാധനങ്ങൾ പഠിക്കാതെ നമുക്ക് ചുരിദാറിലേക്ക് എത്താൻ പറ്റത്തില്ലെന്നാ. അപ്പോൾ എനിക്ക് എൻ്റെ ചുരിദാർ മാത്രം അടിക്കാൻ പറ്റുവാണെങ്കിൽ, ഞാനെന്ന് പറയുമ്പോൾ അങ്ങനെ മാത്രം ആഗ്രഹിക്കുന്ന ഒരാൾക്ക് എന്താ അയാൾ ചെയ്യണ്ടേ? നമ്മളിപ്പോൾ നമ്മളെ ചുരിദാർ അടിച്ച ഒരു വ്യക്തിക്ക് ഏത് ചെറിയ ഡ്രസ്സും ചെയ്യാൻ പറ്റും. പക്ഷെ ചെറിയൊരു ഡ്രസ്സ് ചെയ്ത് മുന്നോട്ട് വരുന്ന ഒരു വ്യക്തിക്ക് ചുരിദാർ അടിക്കാൻ കഴിയില്ല. അപ്പോൾ അതിൽ നിന്നാണ് ഞാൻ ആദ്യം ചുരിദാർമെന്ന് തുടങ്ങിയവരെ പ്രാപ്തരാക്കിയിട്ട് അവർക്ക് എന്തും ചെയ്യാനുള്ള കോൺഫിഡൻസ് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ മറ്റ് സ്ഥാപനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എന്ത് കൊണ്ടുവരാൻ കഴിയും, ഇവരേത് രീതിയിൽ നല്ല രീതിയിൽ കോൺഫിഡൻറ്റ് കൊടുക്കാൻ കഴിയുന്നുള്ള ആ ഒരു മെത്തേഡ് വെച്ചപ്പോൾ എനിക്ക് തോന്നിയത് ആദ്യം പാൻറ്റ് പഠിച്ചതിന് ശേഷം ടോപ്പിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അവർ കോൺഫിഡൻ്റ് ആവും, ഏത് ചെയ്യാനുള്ളൊരു കോൺഫിഡൻ്റ് അവർക്ക് കിട്ടുകയാണ്. അപ്പോൾ ഈ തയ്ക്കാൻ പഠിക്കുക എന്ന് പറയുമ്പോൾ ചുരിദാർ പലതരം കഴുത്തുകളുണ്ട്, പലതരം കൈകളുണ്ട്, പല ഇങ്ങനെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഡിസൈൻസ് ഉണ്ട്, കെട്ടുണ്ട്, അങ്ങനെ പലതരത്തിലുള്ള ചുരിദാറുകളാണല്ലോ. ചുരിദാർ എന്ന് പറയുമ്പോൾ തന്നെ ഇപ്പോൾ പാൻ്റ് ആണെങ്കിലും പലതരത്തിലാണ്. അപ്പോൾ എങ്ങനെ ഇതിൻ്റെ ഒരു പ്രോസസ്സ്? ഒരൊറ്റ ബേസിക്കായിട്ട് ഞാൻ ചെന്ന സ്ഥലത്ത് അവർ പറഞ്ഞത് ഒരു ചുരിദാർ പഠിപ്പിക്കും, എ ലൈൻ ആണെങ്കിൽ എ ലൈൻ, അല്ലെങ്കിൽ ആ സ്ലിറ്റഡ് ചുരിദാർ പഠിപ്പിക്കും, പിന്നെ ഓരോന്നിനും പൈസ കൊടുക്കണം എന്നാണ്. അപ്പം A to Z സ്റ്റിച്ചിങ് ഐഡിയാസിലെ നൂർജഹാൻ്റെ അടുത്ത് വരുന്നവർക്ക് എങ്ങനെയാണ്? അവർക്ക് ബേസിക് ടു അഡ്വാൻസ്ഡ് ഞാൻ ആദ്യം പറഞ്ഞല്ലോ. ഇത് നമ്മൾ ബോഡി മെഷർമെൻറ്റ് വെച്ചിട്ടാണ് ക്ലാസ് ഉണ്ടായിരിക്കുക. അപ്പോൾ അങ്ങനെ പഠിച്ചൊരു വ്യക്തിക്ക് ഏത് സംഭവം നമ്മൾ കണ്ടാൽ തന്നെ മനസ്സിലാക്കാൻ കഴിയും. ഒക്കെ ബോഡിയിലല്ലേ നമ്മൾ ചെയ്യണത്, ഡ്രസ്സൊക്കെ ബോഡിയിലാണല്ലോ ഇടുന്നത്. അപ്പോൾ എവിടെയാണ് അതിൻ്റെ കട്ടിങ് വരുന്നത്, എങ്ങനെ വരുന്നത്, എല്ലാ കാര്യങ്ങളും ഈ ഫസ്റ്റ് ഒരു പാൻറ്റും ടോപ്പും പഠിക്കുന്നതോടുകൂടെ അവർക്ക് മനസ്സിലാക്കിയെടുക്കാൻ കഴിയുന്ന രൂപത്തിലാണ് അവരെ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ വളർത്തിയെടുക്കുന്നത്. ഇപ്പോൾ ഈ ഓൺലൈൻ ക്ലാസ്സസ്, എനിക്ക് പലപ്പോഴും ഓൺലൈൻ സ്റ്റിച്ചിങ് ക്ലാസ് എന്ന് കേൾക്കുമ്പോൾ ഞാൻ ആദ്യം പുച്ഛിച്ചിട്ടുണ്ട്. ഞാൻ നൂർജഹാൻ്റെ ക്ലാസ്സിൽ ഇപ്പോൾ ചേർന്നിട്ടുണ്ട്, അതുകൊണ്ട് അത് അങ്ങനെ അല്ല എന്ന് എനിക്കറിയാം. സന്തോഷം. അപ്പോൾ ഞാൻ പുച്ഛിച്ചത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഓൺലൈൻ സ്വിമ്മിങ് പഠിപ്പിക്കുന്ന പോലെ തന്നെയാണ് ഓൺലൈൻ സ്റ്റിച്ചിങ് എന്ന് എനിക്ക് തോന്നിയായിരുന്നു. കാരണം ഇത് നിന്നൊരാൾ പറയണ്ടേ, അടിക്കുമ്പോൾ തെറ്റിപ്പോയാൽ അല്ലെങ്കിൽ അതിന് അടിക്കുന്നത് ശരിയല്ലെങ്കിലൊക്കെ നമുക്ക് 100 സംശയങ്ങളുണ്ടാവില്ലേ. അപ്പോൾ ഓൺലൈനിൽ പഠിപ്പിക്കുന്ന നൂർജഹാൻ എങ്ങനെയാണ് എൻ്റെ സംശയങ്ങൾ പരിഹരിക്കാൻ പറ്റുക? നേരിട്ട് വിളിക്കുക, എന്നെ നേരിട്ട് വിളിക്കണം. എൻ്റെ വീഡിയോ കണ്ടൊരു വ്യക്തി എന്ത് ഡൗട്ട്സ് ചോദിച്ചാലും അത് പറഞ്ഞു കൊടുക്കുമ്പോൾ അവർക്കത് ക്യാച്ച് ചെയ്യാൻ കഴിയും. പക്ഷെ വീഡിയോ കണ്ടിരിക്കണം. ഒരു വീഡിയോ കാണുമ്പോഴാണ് അതിൽ അവർക്ക് എന്താണ് സംശയമുള്ളതെന്ന് വെച്ചാൽ അഡ്വാൻസ് ആയിട്ട് എനിക്കത് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ അവരെന്നെ നേരിട്ട് വിളിക്കുക എന്നുള്ള ഒറ്റ ഓപ്ഷനാണ് അവർക്കുള്ളത്. ഒരു പക്ഷേ എന്നെ വിളിക്കുന്ന സമയത്ത് ഞാൻ എന്തെങ്കിലും തിരക്കിലാണെങ്കിൽ ഞാൻ തിരിച്ച് വിളിക്കും, അല്ലെങ്കിൽ എൻ്റെ സ്റ്റാഫ് ഡീൽ ചെയ്യും. അവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അവർ ഡീൽ ചെയ്യും. പക്ഷേ അവർക്ക് മിസ്സെന്ന നിലയ്ക്ക് ഏതൊക്കെ രീതിയിൽ പ്രോത്സാഹനം കൊടുക്കണം അതൊക്കെ കൊടുത്ത് അവരെ വളർത്തിയെടുക്കുക എന്നുള്ളതാണ് നമ്മളെ ലക്ഷ്യം. മിക്ക ആൾക്കാർ ചോദിക്കാറുണ്ട് 500 രൂപേൻ്റെ ക്ലാസ് അത് ഓക്കെ ആണോ, ഓൺലൈൻ ഓക്കെ ആണോ, 500 രൂപക്ക് കൊടുത്താൽ അത് പഠിക്കാൻ കഴിയുമോ, ക്വാളിറ്റി ഇല്ലാഞ്ഞിട്ടാണോ? അതൊന്നുമല്ല. താഴെ തട്ടിൽ നിൽക്കുന്ന വ്യക്തികൾക്കതൊരു ഉപകാരമാവണം എന്നുള്ള ഒരൊറ്റ ഉദ്ദേശമാണ് അതിൻ്റെ പിന്നിലുള്ളത്. ഇപ്പോൾ ഞാൻ ഓഫ്ലൈനായിട്ട് ഒരു 7 വർഷത്തോളം പഠിപ്പിച്ചിട്ടുണ്ട് എൻ്റെ വീട്ടിൽ വെച്ചിട്ട്. എൻ്റെ അയൽപ്പക്കത്തുള്ളവരാണ് കുറേ പേര് പഠിച്ചിട്ടുള്ളത്. എല്ലാവരും സ്വന്തമായിട്ട് വരുമാനം ഉണ്ടാക്കുന്നവരാണ്. സ്വന്തമായി വരുമാനം എന്ന് പറയുമ്പോൾ നൂർജഹാൻ അതിന് വേറൊരു തലം കൂടിയുണ്ട്. ഇപ്പോൾ ഒരുപാട് പേര് പരാതി പറയുന്ന ഒരു കാലമാണ്. അതായത് ഞാൻ ഇന്ന വലിയ കോഴ്സ് പഠിച്ചു, എനിക്ക് ജോലി കിട്ടുന്നില്ല, ഞാൻ കേരളത്തിൽ ഇന്നത് ചെയ്തു, കേരളത്തിൽ തൊഴിലവസരങ്ങളില്ല, സാധ്യതകളില്ല, എല്ലാവരും പുറത്തോട്ട് പോകാൻ ആഗ്രഹിക്കുകയാണ്. എൻ്റെ അമ്മ പണ്ടേ എൻ്റെ അടുത്ത് പറയും, ഒരു ജോലിയും കിട്ടിയില്ലെങ്കിൽ നീ ഒരു തയ്യൽ പഠിച്ചിട്ടുണ്ടെങ്കിൽ നിനക്ക് നിൻ്റെ തുണിയെങ്കിലും തയ്ക്കാമല്ലോ എന്നുള്ളത്. അപ്പോൾ അങ്ങനെ സ്വന്തം തയ്ക്കുക, പിന്നെ ഒരെണ്ണം പുറത്തുള്ളതെന്ന് വെച്ചാൽ അതിൽ നിന്നൊരു പൈസ വരുമല്ലോ. ശരിക്കും ഒരാൾക്ക് ഒരു ദിവസം എത്ര ചുരിദാർ ടോപ്പ് വരെ തയ്ക്കാൻ പറ്റും? അല്ല, നല്ല എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ 1 മണിക്കൂർ മതി ഒരു ചുരിദാറിന്. അതിന് എക്സ്പീരിയൻസ് വേണം. ഒരു ചുരിദാർ തയ്ക്കാനോ? ഒറ്റ മണിക്കൂർ. കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും കൂടെ 1 മണിക്കൂർ കൊണ്ട് ചെയ്യാൻ കഴിയും.
1 മണിക്കൂർ കൊണ്ട് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കഴിയും എക്സ്പീരിയൻസ് ഉള്ള ഒരാളൊരു ചുരിദാർ? ഓഹോ, ഷുവർ. അപ്പോൾ അത് കോംപ്ലിക്കേറ്റഡ് ചുരിദാറാണെങ്കിലും അപ്പോൾ ഒരു 1.5-2 മണിക്കൂർ വരും. കാരണം ആ ക്ലോത്ത് നമ്മൾ കയ്യിൽ പിടിച്ചാൽ കിട്ടൂല. പിന്നെ കുറേ സ്റ്റോൺസ് ഒക്കെ വരികയാണെങ്കിൽ അതിൻ്റേതായ കുറച്ച് റിസ്ക് ഉണ്ടായിരിക്കും. പക്ഷേ എങ്ങനെ വന്നാലും ഒരു ദിവസം ഒരു 500 രൂപ ഏൺ ചെയ്യാനുള്ള ഒരു പിന്നെ നല്ല രീതിയിൽ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന ആൾക്ക്, വെറുതെ ഇരിക്കണവർക്ക് കിട്ടൂല കേട്ടോ, അതും പറഞ്ഞുതരാം. 500 രൂപ അടച്ച് ഞാൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് എനിക്കൊന്നും കിട്ടില്ല, അങ്ങനെ ചിന്തിക്കുന്നവരുണ്ടായിരിക്കും. പക്ഷെ അതിൽ കാര്യമില്ല. എഫേർട്ട് എടുക്കാൻ തയ്യാറായി വരുന്ന ഒരാൾക്ക് റിസൾട്ട് ഉണ്ടാക്കാൻ ഒരു സംശയമില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയും. ഇതൊരു വിപ്ലവകരമായ ഐഡിയ ആണ്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഞാൻ പല വലിയ ക്ലാസ്സുകൾ അന്വേഷിച്ചപ്പോൾ 2500, 3000 പെർ മന്ത്. 1500 ഞാൻ അന്വേഷിച്ചതിൽ ഏറ്റവും ചെറുതായിരുന്നു ഒരു ഓഫ്ലൈൻ ക്ലാസ് എന്ന് പറയുന്നത്. പക്ഷെ അവരും ആ ഒരു മാസം കഴിയുമ്പോൾ അടുത്ത 1500. അപ്പം നമ്മൾ എവിടെ നിർത്തിയോ അവിടെ നിന്ന് തുടങ്ങുക. പക്ഷേ എഗെയിൻ ചിലരൊക്കെ 6 മാസം കൊണ്ടാണ് പഠിക്കുക, ഒന്ന് അടിച്ച് വരിക. പക്ഷെ അപ്പോഴത്തേനും എത്രയോ ആയിരങ്ങൾ അവിടെ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അങ്ങനെ വേണ്ട, ഞാൻ ഈ 500 രൂപയ്ക്ക് പഠിപ്പിക്കാമെന്നുള്ളൊരു ചിന്ത ഏറ്റവും ആദ്യം മനസ്സിലേക്ക് വന്നത് എപ്പോഴായിരുന്നു? അത് സാമ്പത്തികപരമായിട്ട് പിന്നോക്കാവസ്ഥ നിൽക്കണ ആ ഒരു മേഖലയോട് എനിക്ക് പൊതുവെ ഒരു കാരുണ്യം കുറച്ച് കൂടുതലാണ്. പൊതുവെ ആരെങ്കിലും സങ്കടം കണ്ടാൽ ചേർത്ത് പിടിക്കുക. അപ്പോൾ അങ്ങനെയുള്ളൊരു മനസ്ഥിതി ഉണ്ടായതുകൊണ്ട് ദൈവം തന്ന അനുഗ്രഹമായിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എല്ലാവർക്കും ചിലപ്പോൾ അങ്ങനെ നമുക്ക് ചേർത്ത് പിടിക്കാൻ എല്ലാവർക്കും ഒന്നും കഴിയില്ല. നമുക്ക് മറ്റുള്ളവരെ അധിക്ഷേപിക്കാനും അവരെ കുറവുകളിലേക്ക് നോക്കിയിട്ട് പരിഹസിക്കാനും അങ്ങനത്തെ ഒക്കെ എല്ലാവർക്കും കഴിയും. പെട്ടെന്ന് എന്തെങ്കിലും സംസാരിച്ച് മറ്റുള്ളവരെ വേദനിപ്പിക്കുക. പക്ഷേ ഇന്നെ സംബന്ധിച്ചിടത്തോളം ചേർത്ത് പിടിക്കാനാണ് ഞാൻ കൂടുതൽ സമയം ചിലവഴിക്കുക. എൻ്റെ മുന്നിൽ വന്ന ഒരാൾ സൊല്യൂഷൻ ഇല്ലാതെ പോയിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ആർക്ക് ഇപ്പം ഇന്നെ പരിചയപ്പെടുന്ന ഒരുപാട് പേരുണ്ട്. ഞാൻ പറഞ്ഞു എനിക്കൊരു 20,000-ൽ പരം സ്റ്റുഡൻ്റ് ഉണ്ട്. ഒന്നോടെ പറഞ്ഞ് എത്ര സ്റ്റുഡൻസ് ഉണ്ട്? എത്ര സ്റ്റുഡൻസ് ഉണ്ട്? 20,000-ൽ പരന്ന് പറയുമ്പോൾ അതിൻ്റെ മേലെ ലോകം മുഴുവൻ പരന്ന് കിടക്കുവാണ്. ദുബായ്, ഖത്തർ, ഒമാൻ, സൗദി അറേബ്യ, UK, USA, ആൻഡമാൻ ദ്വീപ്, ലക്ഷദ്വീപ്, നമ്മളെ 14 ജില്ലകളിൽ നിന്നും കൂടാതെ തമിഴ്നാട്, കർണാടക. എനിക്കതും ആ ഭാഷ ഒന്നും അറിഞ്ഞൂടെ കേട്ടോ, പക്ഷെ എന്നാലും ഞാൻ ഡീൽ ചെയ്യും ഒരുവിധം. അവരിൻ്റെ അടുത്ത് പറയും മാം പറഞ്ഞാൽ മതി, ഞങ്ങൾക്ക് മനസ്സിലാവും. ചെറിയ പുള്ളിയല്ല. അങ്ങനെയില്ല. അപ്പോൾ എത്ര വർഷമായി ഈ പരിപാടി തുടങ്ങിയിട്ട്? ഞാൻ മോനക്ക് 3 മാസം പ്രായമാകുമ്പോൾ അപ്രതീക്ഷിതമായിട്ട് അരീക്കോട് ടൗണിൽ പോയപ്പോൾ ഒരു സ്റ്റിച്ചിങ്ങിൻ്റെ കൂടുതൽ സാധ്യതകൾ മനസ്സിലാക്കാൻ പറ്റി. ആ ഷോപ്പിലൊരു 3 മാസം ഞാൻ വർക്ക് ചെയ്തു. മോന് 3 മാസം പ്രായമുള്ളപ്പോൾ ഒരു 11 മുതൽ ഉച്ചക്ക് 3 മണി വരെ ആ ഷോപ്പിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ അളവെടുക്കുക, സ്റ്റിച്ച് ചെയ്യുക, ഈ 2 കാര്യമാണ് ഞാൻ ചെയ്തത്. അപ്പോൾ അളവെടുക്കുമ്പോൾ ഞാനത് എഴുതിയേക്കും. അപ്പോൾ അവരെ പേരും എഴുതിയേക്കും. പിന്നെ കാക്കയാണത്. കാക്ക കട്ട് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യാൻ തരുന്ന സമയത്ത് ആ അളവുകൾ എത്ര മാറ്റം വന്നു എന്ന് എഴുതിയേക്കും. അത് രാത്രി ഇരുന്നിട്ട് പുസ്തകത്തിൽ എഴുതി വെച്ചിട്ട് ഇങ്ങനെ ഇതിൽ എവിടെയൊക്കെ മൈനസ് വന്നു, എവിടെയൊക്കെ പ്ലസ് വന്നു, എങ്ങനെ വന്നു, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും തല പുകഞ്ഞ് ആലോചിച്ച് കണ്ടുപിടിച്ച് ട്രൈ ചെയ്ത് വിജയിപ്പിച്ചെടുത്ത വളരെ എന്താ പറയുക, നമുക്ക് ഉപകാരപ്രദമായ ഒരു രീതിയിലുള്ളൊരു ക്ലാസ്സിനെ ഞാൻ വാർത്തെടുത്തിട്ടുണ്ടെങ്കിൽ എൻ്റെ ഭയങ്കരമായ എഫേർട്ടാണ്. അത് ഞാൻ സിമ്പിളായിട്ട് കൊടുക്കുക എന്ന് പറയുമ്പോൾ അത് ദാനം അങ്ങനെ തന്നെ ചിന്തിക്കണം. ഇതിൽ ഇത്രയും കോംപ്ലിക്കേഷൻസ് ഉണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു. നമ്മൾ ഈ അളവെടുക്കുന്നു, പിന്നെ നമ്മൾ തിരിച്ചു വരുന്നു. പക്ഷേ ശരി, അതിൽ ആ വ്യത്യാസം കറക്റ്റ് ആവണമല്ലോ. അതെ, ആ വ്യത്യാസത്തെ ഞാൻ കണ്ടെത്തി. എനിക്ക് ആരും പറഞ്ഞു തന്നതല്ല, ഞാൻ കണ്ടെത്തിയതാണ്. അപ്പോൾ പല സമയത്തും അത് ഫ്ലോപ്പ് ആവാറുണ്ട്, റെഡി ആവാറില്ല. അപ്പോൾ അടുത്ത കട്ടിങ്ങിലുള്ള അളവുകളെ പിന്നെയും വീണ്ടും ചെയ്യും, വീണ്ടും നോക്കും. ആ 3 മാസം സത്യം പറഞ്ഞാൽ ഞാൻ പഠിക്കായിരുന്നു. ഞാൻ അവിടെ ജോലി ചെയ്തു, പക്ഷെ പഠിക്കായിരുന്നു. പലരും ഒരു ജോലിയൊക്കെ കിട്ടുമ്പോൾ, ബുദ്ധിമുട്ടുള്ള ജോലി വരുമ്പോൾ പ്രാഗി എങ്ങനെയാലും തീർക്കണം എന്ന് ഓർത്ത സമയത്ത് നമ്മൾ അതിൻ്റെ ബിസിനസ് സാധ്യതകൾ കണ്ടെത്തിയായിരുന്നു. അന്ന് മനസ്സിലുണ്ടായിരുന്നോ ഇങ്ങനെ എനിക്ക് തുടങ്ങണം, അതോ എനിക്ക് പഠിക്കണം? ഞാൻ ചിന്തിച്ചത് ഒരു വരുമാന മാർഗ്ഗമാണെന്നാണ്. 10 രൂപയിലും സ്വന്തമായിട്ട് വേണം, അങ്ങനെ ആഗ്രഹിച്ചതായിരുന്നു. അപ്പോൾ ഞാൻ ഇതേപോലെ എൻ്റെ മോളെ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്തപ്പോഴാണ് ഈ കാക്കാനെ പരിചയപ്പെടാനിട വന്നത്. അവിടെ അന്നൊരു കസ്റ്റമർ വന്നിരുന്നു. അവർ അളവെടുക്കാൻ വേണ്ടി കാക്ക നിന്നപ്പോൾ അവർ പറഞ്ഞു വേണ്ടാന്ന്, ഞാൻ തിരിച്ചു പോവുകയെന്ന് പറഞ്ഞു. അപ്പോൾ കാക്കാൻ്റെ മുഖത്ത് നോക്കിയപ്പോൾ എൻ്റെ ആ ഒരു കാരുണ്യം ഉണ്ടല്ലോ, അതെനിക്കൊരു വിഷമം തോന്നി. അപ്പോൾ കാക്കിനോട് ചോദിച്ചു അളവെടുക്കുമോ ചോദിച്ചു. അപ്പോൾ ഞാൻ ഓക്കെ ഞാൻ എടുത്തോളാം. അപ്പോൾ ഒന്നും അറിയില്ല, ഞാൻ അളവെടുക്കാം. അപ്പോൾ ഞാൻ വിചാരിച്ചത് എന്താ എന്നെക്കൊണ്ട് അതൊരു സഹായമാവണമെങ്കിൽ ആവട്ടെ, അങ്ങനെ ചിന്തിച്ചിട്ടുള്ളൂ ആ സമയത്ത് കേട്ടോ. അളവെടുത്തപ്പോൾ എന്നോട് അയാൾക്ക് ഭയങ്കര സന്തോഷമായി. പിന്നെ എൻ്റെ മോൾ ഡ്രസ്സ് വാങ്ങാൻ പോയപ്പോഴാണ് എൻ്റെ അടുത്ത് ചോദിക്കണത് ഇവിടെ ഒരു വേക്കൻസി ഉണ്ട്, ഇവിടെ നിൽക്കുമോയെന്ന്. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് ദുബായിൽ വർക്ക് ചെയ്യുകയാണ്. അപ്പോൾ ഒരിക്കലും അതിന് സമ്മതിക്കുമല്ലോ. ഒന്നാമത്തത് 3 മാസമായ കുട്ടീനിട്ടുങ്ങാണ്ട് ജോലിക്ക് പോകുക ഒട്ടും പോസിബിൾ അല്ലല്ലോ. അപ്പോൾ ഞാൻ അങ്ങനെ ചോദിച്ചു നട്ടു, ഒരു പ്രതീക്ഷയോടെ ചോദിച്ചു. പോട്ടെ വേണ്ട പറഞ്ഞു. പക്ഷേ ഹസ്ബൻഡിൻ്റെ ഉമ്മ ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ. അപ്പോൾ ഉമ്മ പറഞ്ഞു പോയിക്കോട്ടെ, അവൾക്ക് അവളെന്തെങ്കിലും ചെയ്യാലോ. അപ്പോൾ ഉമ്മ എന്ന് പറഞ്ഞാൽ നോ ഇല്ല,
ഓക്കെ പോയിക്കോട്ടെ. അതിൽ നിന്നാണ് 3 മാസം ഞാൻ ആ ഷോപ്പിൽ രാവിലെ 11 ടു വൈകുന്നേരം 3 മണി വരെ വർക്ക് ചെയ്തത്. എൻ്റെ വലിയ മോള് നോക്കും, പിന്നെ ഉമ്മയും വന്ന് നോക്കിയിട്ടുണ്ട് കുട്ടീനെ. അപ്പോൾ അതിൽ നിന്ന് ഞാൻ ആ 3 മാസം മാക്സിമം ഉപയോഗപ്പെടുത്തി. നമ്മളിപ്പോൾ ഇപ്പോൾ എൻ്റെ ക്ലാസ്സിൽ വരുന്നതിൻ്റെ അടുത്ത് ഞാൻ പറയൽ ക്യാഷ് അടച്ചിട്ട് വെറുതെ ഇരുന്നാൽ പഠിക്കില്ല. അതിനു വേണ്ടി ക്യാഷ് അടച്ച് വരണ്ട, പ്രയത്നിക്കാൻ തയ്യാറാണെങ്കിൽ മാത്രം വന്നാൽ മതി. എല്ലാവരുടെ അടുത്തും പറയാറുണ്ട്. ഇനിയിപ്പോൾ ഒരു 500 രൂപയ്ക്ക് ഒരാൾ കയറിയിട്ട് അയാൾ പറയണേ എനിക്ക് ക്ലാസ് കിട്ടിയില്ല, എനിക്കത് പഠിക്കാൻ കഴിഞ്ഞില്ല, നിരാശപ്പെട്ടിരിക്കും. പക്ഷേ നിരാശപ്പെടുന്നത് എവിടെ നിന്നാണ്? നമ്മളെ കയ്യിലിരിക്കൊണ്ടാണ്. നമ്മളെന്തായാലും നന്നായി പരിശ്രമിക്കാൻ തയ്യാറായി നമ്മൾ വിജയിക്കും ഉറപ്പാണ്. ഏത് മേഖല ആയാലും എല്ലാവർക്കും ഒരു കഴിവുണ്ടാവും. കഴിവില്ലാത്ത ആരാ ജനിക്കുക? പക്ഷെ അത് നമ്മൾ ഒബ്സർവ് ചെയ്ത് ചെയ്യൂല, നമ്മൾ വെയിറ്റ് ചെയ്യും. ജോലിയില്ല, കൂലിയില്ല. ഇനി അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, സാധാരണ വീടുകളിലൊക്കെ എൻ്റെ ഒന്നിനും പോകാൻ സമ്മതിക്കാത്ത എൻ്റെ മദർ ഇൻ ലോയാണ് എന്ന് പറയുന്നിടത്ത് നിന്ന് എൻ്റെ ഭർത്താവിൻ്റെ ഉമ്മയാണ് എനിക്കിതിന് സാഹചര്യം തുറന്നത്. അതൊരു ഭയങ്കര അഭിമാനമാണ്, അഭിമാനത്തോടെ പറയാണ്. അപ്പോൾ അത് കഴിഞ്ഞ് ഈ 3 മാസം കഴിഞ്ഞല്ലോ, അപ്പോൾ കോൺഫിഡൻസ് ആയോ എനിക്ക് സ്വന്തമായിട്ടൊരു സ്റ്റിച്ചിങ് തുടങ്ങാന്നുള്ളത്? ഓ, എന്നിട്ട് സ്വയം തുടങ്ങുവാണോ ചെയ്തത്? അല്ല, പുറത്തേക്ക് ചെയ്തില്ല അപ്പോഴൊന്നും. അപ്പോഴൊക്കെ എൻ്റെ ചെയ്യും, പിന്നെ എൻ്റെ അയൽപ്പക്കക്കാരത് ചെയ്യും. ചിലത് റെഡിയാവും, ചിലത് ഫ്ലോപ്പ് ആവും. അപ്പോൾ അവർ പറയും കുഴപ്പമില്ല, അവരിനെ അല്ല സപ്പോർട്ട് ചെയ്തല്ലോ, അത് സന്തോഷമല്ലേ. പിന്നെ മോൾക്ക് ചെയ്യാം, മോളെ പരീക്ഷിക്കണം ഒരൊറ്റ പണി മാത്രം. പക്ഷെ അന്ന് എനിക്കറിയില്ലായിരുന്നു ഇന്നയാണ് പരീക്ഷിക്കേണ്ടിയെന്ന്, എനിക്കറിയില്ലായിരുന്നു. എന്നിട്ട് മോൾക്ക് ഡ്രസ്സ് ഇട്ട് കൊടുക്കുമ്പോൾ ഉമ്മാനെ കൊണ്ട് തോറ്റ്. അങ്ങനെയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് അവിടെ റെഡിയാണോ ഇവിടെ റെഡിയാണോ നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ കഴിയാതെ പോവാണ്. നമ്മളിടുമ്പോൾ നമുക്ക് കൃത്യം അറിയാലോ നമുക്ക് എവിടെ പിടിച്ചു. ഇപ്പോൾ എൻ്റെ ടീച്ചിങ്ങിൽ ഞാൻ എല്ലാവരുടെ അടുത്തും പറയാം, മക്കളെ പരീക്ഷിക്കണ്ട, ഇങ്ങളെ പരീക്ഷിക്ക്. അപ്പോഴാണ് പോരായ്മകളെ തിരിച്ചറിയാൻ കഴിയുള്ളൂ. അപ്പോഴേ നിങ്ങൾ വളരുള്ളൂ, കോൺഫിഡൻറ്റ് ഉണ്ടാവുള്ളൂ. നമ്മൾ കോൺഫിഡൻ്റ് ആവണം, നമ്മൾ ഓക്കെ ആകുമ്പോഴാണ്. അല്ലാതെ ഒരാൾ ഓക്കെ ആകുമ്പോൾ നമ്മൾ കോൺഫിഡൻ്റ് ആവില്ല. അപ്പോൾ അത് അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി. പിന്നെ കാര്യമായിട്ട് സ്റ്റിച്ചിങ്ങിന് കോൺഫിഡൻറ്റ് നിർബന്ധം. കട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. നമ്മൾ ഇവിടെ ഇരുന്നിട്ട് അവരോട് പറയുന്നത് കട്ട് ചെയ്തോളി എന്ന് പറയാം. അവർ കട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ അത് നമ്മളെടുത്ത് കിട്ടിയ ക്ലാസ്സിൻ്റെ ഗുണം കൊണ്ടായിരിക്കും. ഈ ചുരം ഇറങ്ങി വന്നല്ലോ, ഒരടി അങ്ങോട്ടോ ഇങ്ങോട്ടോ കൂടുതൽ കട്ട് ചെയ്ത് പോയാൽ തീർന്നേ. തിരിച്ച് ഇഴയിട്ട് ചെയ്യുകയാണെങ്കിൽ ഭയങ്കര പാടല്ലേ. ചിലർ നെക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് തെറ്റ് പറ്റിയിട്ട് വിളിക്കും, മാം ഞാൻ എന്ത് ചെയ്യും, എൻ്റെ പുതിയ ക്ലോത്ത് ആയിരുന്നു. അപ്പോൾ നമ്മൾ കറക്റ്റ് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരിക്കും. അവർ ചിലപ്പോൾ കുട്ടി കരയുമ്പോഴോ എന്തെങ്കിലും ടെൻഷൻ ഉണ്ടാകുമ്പോഴോ അവർ ഇതുമല്ലാണ് പരീക്ഷിക്കണത്. അപ്പോൾ ഞാൻ അവരുടെ പറയും ടെൻഷനുള്ള നേരത്തെ നമുക്ക് നോക്കിയേ വേണ്ട. എന്നിട്ട് ഞാൻ വീഡിയോ കോളിൽ പോയിട്ട് അതിനെന്ത് പരിഹാരം ഉണ്ടാക്കാൻ പറ്റും നോക്കി അത് പരിഹരിച്ച് അവരത് സ്റ്റിച്ച് ചെയ്തിട്ടിട്ടേ മുന്നോട്ടുള്ളൂ. ഞാൻ പറയാം അതുമ്മേൽ തന്നെ തിരുത്തണം, വേറൊരു തുണിക്ക് പോവുകയേ ചെയ്യണ്ട. അക്ഷമ പാടില്ല, അക്ഷമ പാടില്ല, ക്ഷമ. അപ്പോൾ ഈ നമ്മൾ വന്നു ആദ്യം ചുറ്റുമുള്ളവരുടെയൊക്കെ തയ്ച്ചു. ചുറ്റുമുള്ളവരുടെ തയ്ച്ചിട്ട് ഓഫ്ലൈൻ ക്ലാസ്സിലോട്ടാണോ പിന്നെ കിടക്കുന്നത് നേരെ? അതെ. അപ്പോൾ ഈ ഓഫ്ലൈൻ ക്ലാസ് തുടങ്ങാന്നൊക്കെ പറയുമ്പോൾ ഇതിനൊക്കെ ഇച്ചിരി ഒരു മുതൽ മുടക്കമുണ്ടല്ലോ. കുറച്ച് മെഷീൻ മേടിക്കണം, അതിനുള്ള സൗകര്യങ്ങൾ വേണം. അപ്പം ഒരു സ്ത്രീ എന്ന നിലയിൽ അതുവരെ വേറെ വരുമാനങ്ങളില്ല, ഇതൊക്കെ എങ്ങനെയാണ് കണ്ടുപിടിച്ച്? അതൊക്കെ ആദ്യം ഒരു മെഷീൻ എൻ്റെ കയ്യിലുണ്ടായിരുന്നു, അത് വെച്ച് തുടങ്ങി. എൻ്റെ അയൽപ്പക്കത്ത് ഒരു കുട്ടിക്കാണ് ആദ്യം ക്ലാസ് എടുത്തത്. ഒരു മാസത്തിന് 1000 രൂപ പറഞ്ഞു. അങ്ങനെയാണ് ക്ലാസ് എടുത്തത്. അപ്പോൾ ഒരു മെഷീനിൽ പിന്നെ 3 ആൾ വന്നപ്പോൾ ഇവർക്ക് 3 ആൾക്കും മെഷീൻ വേണം. അപ്പോൾ മെഷീൻ വാങ്ങുന്ന സ്ഥലത്ത് നിന്ന് കമ്മീഷൻ വേണം പറഞ്ഞു. കാക്കാനോട് പറഞ്ഞു ഞാൻ കസ്റ്റമർ വിടും, പക്ഷേ എനിക്ക് കമ്മീഷൻ വേണം. അപ്പോൾ ആ കമ്മീഷൻ അങ്ങനെ ആളുകൾ കൂടി തുടങ്ങി. അപ്പോൾ ഈ ഒരു മെഷീൻ കൊണ്ട് ഒരുവിധം മുന്നോട്ട് പോകാൻ കഴിഞ്ഞ് പിന്നെ ഒരു മെഷീൻ കൂടി വാങ്ങി. അപ്പോൾ എനിക്ക് കമ്മീഷൻ തരുന്ന അതിൽ നിന്ന് പകുതി പൈസക്ക് മെഷീന്, ബാക്കി ഇനി അടുത്ത ആളെ ഞാൻ വിടും, അപ്പോൾ ബാക്കി പൈസ. അപ്പോൾ അയാൾ ഓക്കെ പറഞ്ഞു, ആ കുഴപ്പമൊന്നുമില്ല. ബിസിനസ് അവിടെ ചെയ്തു നമ്മൾ, പക്ഷേ നമുക്ക് തുടങ്ങണ്ടേ, മുതൽ മുടക്ക് വേണ്ടേ, വേണം. രണ്ടാമത്തെ മെഷീൻ അങ്ങനെ വന്നപ്പോൾ ഞാൻ കൂടുതൽ ആളുകളുടെ അടുത്ത് പിന്നെ ഞാൻ 10 ദിവസത്തിന് 1000 രൂപ വാങ്ങി തുടങ്ങി. അങ്ങനെയാണ് 3ാമത് മെഷീൻ, 4ാമത് മെഷീൻ, 5ാമത്, 6ാമത്, അങ്ങനെ 6 മെഷീൻ വാങ്ങി. വീടിൻ്റെ പോർച്ചിൽ കട്ടിങ് ടേബിളും മെഷീനിട്ട് ക്ലാസ് തുടങ്ങി. നല്ല രീതിയിൽ 10 ആളെ ഒരു സമയം എടുക്കും. എന്നിട്ട് ഏത് പോയിന്റിലാണ് എനിക്ക് 1000 രൂപയൊന്നുമല്ല, എനിക്ക് എൻ്റെ 500 മതി, ഞാൻ ഓൺലൈനിലേക്ക് മാറുക എന്നുള്ള തീരുമാനം? ഓൺലൈനിലേക്ക് മാറിയാണ്. അതെ, എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു തീരുമാനം എടുത്തത്? അല്ല, ആദ്യം ഞാൻ 1000 രൂപയ്ക്ക് തന്നെ ക്ലാസ് കൊടുത്തിരുന്നത്. ഇത് ഞാനൊരു കുടുംബശ്രീ സംരംഭകയാണ്. അപ്പോൾ ആദ്യം ഇങ്ങനെ വീട്ടിൽ വെച്ചിട്ട് ഇങ്ങനെ കുടുംബശ്രീ CDSനെ കോൾ ചെയ്തിട്ട് അവരിലേക്ക് ഞാൻ എൻ്റെ ക്ലാസ്സിനെ കുറിച്ച് ബോധ്യപ്പെടുത്തി. എൻ്റെ ഒരു വീഡിയോ ഉണ്ട് ക്ലാസ്സിൻ്റെ. എനിക്കൊരു ചാനലുണ്ട്, യൂട്യൂബ് ചാനലുണ്ട്, അതിൽ ഞാനത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ ലിങ്ക് ഷെയർ ചെയ്യും എല്ലാ CDS എൻ്റെ കയ്യിൽ കിട്ടണേ. ഞാൻ പലരെടുത്തുനിന്ന് ഓരോ കുടുംബശ്രീൻ്റെ CDSൻ്റെ നമ്പർ തരുമോ, അങ്ങനെ ഓരോരുത്തരെ കോൺടാക്ട് ചെയ്ത് നമ്പർ വാങ്ങിയിട്ട് അവരിലേക്കൊക്കെ അയച്ചു കൊടുക്കും. അപ്പോൾ മാം ഒന്നത് ഷെയർ ചെയ്യണം. അപ്പോൾ അന്ന് ഞാൻ കുടുംബശ്രീ സംരംഭകരല്ല. അപ്പോൾ ഞാനങ്ങനെ ഈ ആ ഒരു സംരംഭത്തിലേക്ക് വരുന്ന മുമ്പ് പിന്നെ ഇത് എങ്ങനെ മറ്റുള്ളവരിൽ എത്തിക്കുക അതിനൊരു ഐഡിയ ഉണ്ടാവില്ലല്ലോ, നമ്മൾ സ്റ്റാർട്ടിങ് അല്ലേ. അപ്പോൾ അങ്ങനെ കുറേ ശ്രമം നടത്തി. പക്ഷെ അതിൽ ഞാൻ വേണ്ടത്ര എനിക്ക് വിജയിക്കാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ കുറേ പേരിൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ട്, അഡ്മിഷനൊന്നും വന്നിട്ടില്ല.
പക്ഷെ അതിന് ശേഷം ഞാനൊരു കുടുംബശ്രീ സംരംഭകമാവും. അപ്പോൾ എന്ത് എനിക്ക് അഡ്മിഷൻ വരാത്തതിൻ്റെ കാരണം എന്ന് ഞാൻ ചിന്തിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് എനിക്കൊരു സ്ഥാപനമില്ല, ഐഡൻറ്റിറ്റി ഇല്ല. അതുകൊണ്ടാണ് എനിക്ക് അഡ്മിഷൻ വരാതിരുന്നത്. എൻ്റെ ഒരു ഇൻ്റർവ്യൂവിൻ്റെ താഴെയുള്ള കമൻറ്റിൽ ഒരു ലേഡി എഴുതിയിട്ടുണ്ട്, ഞാൻ ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യാതിരുന്നത് അവർക്ക് ഐഡൻറ്റിറ്റി ഇല്ലാഞ്ഞിട്ടായിരുന്നു എന്ന്. അപ്പോൾ ഞാൻ മുന്നേ ചിന്തിച്ച കാര്യമാണ് അവരിപ്പോൾ പറഞ്ഞത്. അപ്പോഴാണ് ഞാനൊരു കുടുംബശ്രീ സംരംഭകമായാൽ എന്താ, നമുക്കൊരു ഐഡൻറ്റിറ്റി ഉണ്ടാവുമല്ലോ, അങ്ങനെ ചിന്തിച്ചത്. അപ്പോൾ ആദ്യം ഞാൻ കുടുംബശ്രീ ചേർന്നിട്ട് ഞാൻ അവരുടെ അടുത്ത് എനിക്ക് സർട്ടിഫിക്കറ്റ് വേണം പറഞ്ഞു. അപ്പോൾ എൻ്റെ സെക്രട്ടറി പ്രസിഡൻറ്റും പറഞ്ഞു അത് തരൂലായിരുന്നു. 6 മാസം കഴിഞ്ഞിട്ട് വാറണം. നമുക്കങ്ങനെ നിൽക്കാൻ പറ്റൂലല്ലോ, ബിസിനസ് അല്ലേ. പക്ഷെ അവർ ചെയ്ത നല്ല കാര്യമാണ്. നമ്മൾ താഴെത്തട്ടിൽ ഒരാളെടുത്ത് ഒരാവശ്യം പറഞ്ഞു പോകുമ്പോൾ വ്യക്തി എന്നുള്ള നിലക്ക് അവരത് കാണുകയാണ്. നമ്മൾ വ്യക്തി എന്നുള്ള നിലക്കല്ല അവരുടെ അടുത്ത് ചോദിച്ചിട്ടുള്ളത്. അവരുടെ അടുത്ത് നമ്മൾ ചോദിച്ചത് സെക്രട്ടറി പ്രസിഡൻറ്റ് പറഞ്ഞൊരു സ്ഥാനം വഹിക്കുമ്പോൾ ആ സ്ഥാനത്തിനൊരു ബഹുമാനം ഉണ്ടല്ലോ, അതുകൊണ്ടാണ് നമ്മൾ ചോദിച്ചത്. അപ്പോൾ അവർ തരൂല പറഞ്ഞപ്പോൾ നമ്മൾ അതിൻ്റെ മേലെ എവിടെയാണ് നമുക്ക് കിട്ടുന്ന സ്ഥലം? ജില്ലാ മിഷൻ കോർഡിനേറ്റർ നേരിട്ട് പോയി കണ്ടിട്ട് അവിടെ നമ്മളെ കാര്യങ്ങൾ പറഞ്ഞിട്ട് അവിടെ നിന്ന് സർട്ടിഫിക്കറ്റ് വാങ്ങുക ചെയ്യണത്. അപ്പോൾ ഇവർ എനിക്ക് 2 വഴിയാണ് തന്നത്. ഒന്ന് എന്താണെന്ന് വെച്ചാൽ നേരിട്ട് പോകാനുള്ള അവസരം ഇവർ തന്ന്. രണ്ടാമത് അത് കോഴിക്കോട് ജില്ലാ കോർഡിനേറ്റർ അടുത്തേക്ക് എത്താനുള്ള സാഹചര്യം ഉണ്ടായി. അപ്പോൾ കോഴിക്കോട് ജില്ലാ മിഷൻ കോർഡിനേറ്റർ നന്നായി എങ്ങനെ ഇപ്പോൾ നമ്മൾ സഹകരിച്ച് നിങ്ങൾക്ക് വാക്കുകൾക്ക് അതീതാണ്, അത് നന്ദി പറയണം ഞാൻ ഈ സമയത്ത്. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു എല്ലാ CDSനും ഷെയർ ചെയ്തു പറഞ്ഞു, എല്ലാ CDSൻ്റെ നമ്പർ തന്നു. അങ്ങനെ എല്ലാ CDSനും ഷെയർ ചെയ്തു. മലപ്പുറം ജില്ലയിൽ നിന്ന് നമുക്ക് ആ പ്രോത്സാഹനം കിട്ടിയിട്ടുണ്ട്. നമ്മൾ അതേപോലെ എല്ലായിടത്തും ഷെയർ ചെയ്തു ഓരോരുത്തരെ വിളിച്ചിട്ട് നമ്മൾ പറഞ്ഞു ഈ ക്ലാസ്സിനെ കുറിച്ച് മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ സഹായിക്കണം, ഞാനൊരു കുടുംബശ്രീ സംരംഭകയാണ്. അപ്പോൾ ഞാൻ ആദ്യം ഒരു 1000 രൂപയ്ക്ക് ക്ലാസ് കൊടുക്കുക, അത്രയൊക്കെ വരുമ്പോൾ ഒരു ഏണിങ് ഉണ്ടാക്കുക എന്നുള്ള ആ ഒരു ചിന്താഗതിയിലേക്ക് ഞാൻ മാറി. കാരണം നമ്മൾ ഒരുപാട് പ്രയത്നിച്ചു. പിന്നെ നമ്മൾ ഒരു കാര്യത്തിന് ഇറങ്ങുമ്പോൾ ഒരു പക്ഷേ എല്ലാവരും ഒന്നും സപ്പോർട്ട് ചെയ്തോളണമെന്നില്ല നമ്മളെ, അതിലൊരുപാട് ആൾ നിരാശപ്പെടും. അത് ഞാൻ ചോദിക്കട്ടെ, ഇപ്പം ഇത്രയും വന്ന കാലത്തിനിടയിൽ ഇപ്പം ഞാൻ നോക്കി കഴിയുമ്പോൾ 3 മാസം പഠിച്ചു, അതിനുശേഷം വന്നു. പിന്നെ നൂർജഹാൻ പറയുന്ന കേൾക്കുമ്പോഴാണെങ്കിലും ഇങ്ങനെ ടക്ക് 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 പോകുന്നതായിട്ട് നമുക്ക് തോന്നുന്നുണ്ട്. ഏതെങ്കിലും ഒരു പോയിന്റിൽ ഈ തുടക്ക സമയത്ത് എന്നെ കൊണ്ട് ഇത് പറ്റത്തില്ല എന്നുള്ളൊരു സ്റ്റേജിൽ കൂടെ കടന്നു. അതന്നെ ഞാനിപ്പോൾ എൻ്റെ ഐഡൻറ്റിറ്റി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ പരിശ്രമിച്ച സമയത്തൊക്കെ എനിക്ക് നിരാശയായിരുന്നു ഫലം. അപ്പോൾ അതിന് മാനസികരമായിട്ടൊരു വിഷമം ഉണ്ടാക്കി. പക്ഷേ എൻ്റെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ എൻ്റെ അമ്മ എപ്പോഴും പറയും എൻ്റെ സ്നേഹം കിട്ടാൻ അവർക്ക് ഭാഗ്യമില്ല. ഒരാൾ നമ്മളോട് മോശമായി പെരുമാറുകയാണെങ്കിലും ഉമ്മാൻ്റെ അടുത്ത് ഇങ്ങനെ സങ്കടം പറയും. അമ്മ എൻ്റെ അമ്മ ജീവിച്ചിരിക്കില്ല കേട്ടോ, മരിച്ച് 25 വയസ്സിൽ മരിച്ചിരിക്കണം. അപ്പോൾ ഉമ്മ അവരെന്നോട് അങ്ങനെ പറഞ്ഞു, എൻ്റെ സ്നേഹം കിട്ടാനുള്ള ഭാഗ്യം അവർക്കില്ല, എൻ്റെ മഹത്വം അവർക്കറിയില്ല. അപ്പോൾ ഉമ്മ ഒരിക്കലും ആ പറഞ്ഞ സംഭവത്തിൻ്റെ ആ നെഗറ്റീവിനെ നമുക്ക് ബോധ്യപ്പെടുത്തി തരില്ല, അവർക്കുള്ള പോസിറ്റീവിനാണ് പറഞ്ഞു തരുന്നത്. അപ്പോൾ എൻ്റെ കഴിവിലേക്ക് നോക്കിയാൽ മതി നമ്മ പറഞ്ഞുകൊണ്ടിരുന്നത്. ഉമ്മ ഒരാളെടുത്ത് ഒരു മോശമായി പെരുമാറും ഉമ്മാൻ്റെ ലൈഫിൽ ഞാൻ കണ്ടിട്ടില്ല. ഇപ്പോൾ ഉമ്മ 3 മരുമക്കളുള്ള ആളമ്മ, പക്ഷെ അങ്ങനെ ഒരു മോശമായി പെരുമാറും അങ്ങനെയൊന്നുമില്ല. ഒരു ദിവസം കാക്കാൻ്റെ കുട്ടി എന്തോ ഒരു ചെറിയ തെറ്റ് ചെയ്തപ്പോൾ താത്ത ഒരു കല്ലെടുത്ത് കണ്ട് കൈ കൊടുത്ത് 2 കൈയും പൊക്കിയിട്ട് ഇങ്ങനെ മേലക്ക് പിടിക്കാൻ പറഞ്ഞു. അപ്പോൾ ഉമ്മക്ക് ഭയങ്കര സങ്കടമായി. അപ്പോൾ ഉമ്മ താത്താനകത്തേക്ക് വിളിച്ചിട്ട് പറഞ്ഞ്, ഞാനത് വാങ്ങിയിട്ടാൽ കുട്ടി എന്നെ ഒരു കാലത്തും ഇത് വില വെക്കൂല, അതുകൊണ്ട് ഇജന്നെ വാങ്ങിയിടണം, വാങ്ങിയിട്ടില്ലെങ്കിൽ പിന്നെ ഞാൻ വാങ്ങിയിടും, അതെനിക്ക് പ്രയാസം ഉണ്ടാക്കും. അങ്ങനെ വരെ മരുമക്കളോട് സ്നേഹത്തോടെ ഉപദേശിച്ച ഉമ്മ. അപ്പോൾ ഞാൻ അഭിമാനത്തോടെ തന്നെ എൻ്റെ മകൻ പറയണം, അതായിരിക്കും ഒരു പക്ഷേ എന്ത് വിഷമഘട്ടങ്ങളിലും ഞാൻ ചിന്തിക്കില്ല. എൻ്റെ മോളോടൊക്കെ ഞാൻ പറയില്ല, അതാ എൻ്റെ സ്നേഹം കിട്ടാൻ ഭാഗ്യം അവർക്ക് ഉണ്ടാവില്ല. എന്തെങ്കിലും ഇഷ്യൂ എൻ്റെ അടുത്ത് പറഞ്ഞാൽ എൻ്റെ അമ്മ പറഞ്ഞെന്നത് സത്യമാണ്. കാരണം ഇപ്പോൾ നേരത്തെ ഇന്നെ തള്ളിയ പല വ്യക്തികളും ഇപ്പം എന്നെ പരിഗണിക്കുമ്പോൾ ഞാൻ ചിന്തിക്കാറുണ്ട്, അന്ന് അവർക്ക് എൻ്റെ സ്നേഹം ഇത് മനസ്സിലായില്ല. പക്ഷെ അപ്പോൾ ഈ നമുക്ക് തളർച്ചകൾ വരുന്ന സമയത്ത് ഞാൻ ചെയ്യാറുണ്ട്. അതായത് ഞാൻ നന്നായി പോകുമെന്ന് വിചാരിച്ച ചില സാധനങ്ങൾ എനിക്ക് കിട്ടാണ്ടിരിക്കുമ്പോൾ ഫസ്റ്റ് എനിക്ക് വരേണ്ട ഫ്രസ്ട്രേഷനാണ്. പെട്ടെന്ന് എനിക്ക് കണ്ണൊക്കെ നിറയും. ഞാൻ ചിലപ്പോൾ ഒന്ന് രാത്രി ഉറങ്ങാൻ നേരത്തെ മുഴുവൻ ഇത് ആലോചിക്കുക, എന്തെനിക്ക് കിട്ടിയില്ല. പക്ഷേ ഈ പറഞ്ഞ പോലെ ഞാൻ വിചാരിക്കുക പോട്ടെ, വേണ്ട, എനിക്കിതിൽ നല്ലത് വരുമായിരിക്കും എന്ന് ഞാൻ മനസ്സിൽ പറയും. എൻ്റെ അമ്മ ഇങ്ങനെ എന്നെ മോട്ടിവേറ്റ് ചെയ്തിട്ടുള്ള ഒരാളാണ്. പക്ഷേ ആ രാത്രി എനിക്ക് ഇച്ചിരി ബുദ്ധിമുട്ടാണ്, കരയും. എനിക്ക് കരയണ ഇഷ്ടമല്ല. അതൊരു സൈൻ ഓഫ് വീക്ക്നെസ് ആയിട്ടാണ് ഞാൻ പണ്ടേ കാണാം. പൊട്ടത്തരായിരിക്കും, പക്ഷെ എൻ്റെ അമ്മ അങ്ങനെ കരയില്ല. അപ്പം ഞാനും കരയാത്തൊരു പാർട്ടിയാണ്. അപ്പം ആ രാത്രി എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആ പോസിറ്റിവിറ്റിയിലേക്ക് വരണതിൻ്റെ ഇടയിലുള്ളൊരു വഴിയുണ്ടല്ലോ, അത് ഈസി ആയിട്ട് നൂർജഹാന് വരുമോ? എനിക്ക് കണ്ണീർ അങ്ങനെ വരാറില്ല. അതെന്താണെന്ന് വെച്ചാൽ 25-ാമത്തെ വയസ്സിൽ എൻ്റെ ഒപ്പം മരിക്കുകയാണ്. ഇപ്പം മരിച്ച് 9 മാസം കഴിഞ്ഞപ്പോൾ ഉമ്മ മരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ഒരു 6-7 മാസമായപ്പോൾ എൻ്റെ ബ്രദർ സൗദി അറേബ്യയിൽ നിന്ന് ആക്സിഡൻ്റായി മരിക്കുകയാണ്. ഈ 3 മരണം കൂടെ ആ പ്രായത്തിൽ വല്ലാതെ എന്നെ ഷോക്കാക്കി. ഒരു പക്ഷേ ഞാൻ ഏറ്റവും കൂടുതൽ എൻ്റെ വീട്ടിൽ കരയുക, വാശി പിടിക്കുക അങ്ങനത്തെ ഒരാളായിരുന്നു അതിൻ്റെ മുമ്പുള്ള കാലങ്ങളിൽ. പക്ഷേ പിന്നെ എന്ത് പ്രശ്നം വന്നാലും അതെനിക്കൊന്നും തോന്നാറില്ല. അങ്ങനത്തെ ഒരു മാനസിക ചിന്താഗതി എനിക്ക് വരാറില്ല. ഓക്കെ, അതിൻ്റെ പേരിൽ കരഞ്ഞ് അങ്ങനൊരു ഇല്ല.
ഞാൻ പ്രതികരിക്കാൻ നോക്കും, പിടിച്ച് നിൽക്കാൻ നോക്കും. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ എനിക്കെൻ്റെ കുടുംബശ്രീയിൽ നിന്ന് സർട്ടിഫിക്കറ്റ് തരാഞ്ഞപ്പോൾ അവർ ഞാൻ പ്രതികരിച്ചു. അത് അവർക്ക് വലിയ വിഷമമായി. വിഷമമായപ്പോൾ നടക്കണമല്ലോ. അപ്പോൾ അവർ ഞാൻ കുടുംബശ്രീയിൽ നിന്ന് പോകണം എന്നുള്ള ഒരു കാഴ്ചപ്പാട് അവർക്ക് വന്നു. പക്ഷെ അപ്പം ഞങ്ങൾ ഒരു 20 അംഗങ്ങളുണ്ട്. അതിൽ 2 പേരില്ലായിരുന്നു. 18 അംഗങ്ങളുടെ ഇടയിൽ അവരിൻ്റെ നെഗറ്റീവിനെ പറഞ്ഞ് എന്നെ വീഴ്ത്തിയപ്പോൾ ഞാൻ എൻ്റെ പോസിറ്റീവിനെ പറഞ്ഞ് പിടിച്ച് നിന്ന് ഞാൻ എന്നെ മുന്നോട്ട് പോവും, ഞാൻ ഇതിൽ നിന്ന് പിന്മാറില്ല. എൻ്റെ സ്ഥാപനം ഈ ഒരു ഐഡൻറ്റിറ്റിയിലാണ് മുന്നോട്ട് പോണത്. അത് അങ്ങനെ ഇങ്ങനെ ഉണ്ടാക്കിയതല്ല, ഞാൻ കഷ്ടപ്പെട്ട് അപ്പം എനിക്കിനി മറ്റൊരു കുടുംബശ്രീയിലേക്ക് മാറി വേറൊരു ഐഡൻറ്റിറ്റി ഉണ്ടാക്കാനുള്ള ടൈമില്ല. ഞങ്ങൾക്ക് ടൈം ഇവിടെ. അപ്പോൾ അത് ഒരു പക്ഷെ അവരൊക്കെ എന്നെ വളർത്തിയതാണ്. നമ്മളെടുത്ത് ഇപ്പോൾ ആര് നോ പറഞ്ഞാലും നെഗറ്റീവ് പറഞ്ഞാലും വളരാനുള്ള ഏണിച്ചിര അതാണ് ചിന്തിക്കണ്ടേ. എല്ലാവരുടെ അടുത്തും എനിക്ക് പറയാനുള്ളതാണ്, സങ്കടപ്പെട്ട് ഇരിക്കുക ചെയ്യരുത്. എവിടെയാണോ നമുക്കൊരു വിഷമം വരുന്നത് അവിടെ വീണിടം വിദ്യയാക്കണം എന്നല്ലേ, വിദ്യയാക്കി വളരണം. ഇനി ഇപ്പം ഞാൻ ചുരിദാർ തയ്ക്കാൻ പഠിക്കുവാണെന്ന് വിചാരിക്കുക. ഞാൻ ചുരിദാർ ചോദിക്കണം, ഞാൻ അതേ പഠിക്കൂ. എനിക്ക് ബ്ലൗസിൻ്റെ കോംപ്ലിക്കേഷൻസിൽ കടക്കാൻ പറ്റുമെന്ന് തോന്നണില്ല. അപ്പോൾ ചുരിദാറിൽ വരുന്ന സമയത്ത് നന്നായി ഞാൻ പഠിക്കാമെന്ന് വിചാരിക്കുക. ദിവസം ഞാൻ 1 മണിക്കൂർ സ്പെൻഡ് ചെയ്യുന്നു എന്ന് വിചാരിക്കുക. എനിക്ക് എത്ര നാളുകൊണ്ട് ശരിക്കും ചുരിദാർ തയ്ക്കാൻ പഠിക്കാൻ പറ്റും? ചുരിദാർ ഇപ്പോൾ നമ്മളടുത്ത് വരുന്നൊരു സ്റ്റുഡൻറ്റ് അതിനു വേണ്ടി തയ്യാറാവുകയാണെങ്കിൽ 1 വീക്ക് പഠിച്ചിരിക്കും. ഷുവർ, ഉറപ്പ്. മാം ഇപ്പോൾ അഡ്മിഷൻ എടുത്തല്ലേ, മാം നോക്ക്, ട്രൈ ചെയ്ത് നോക്ക്. പക്ഷെ ഞാൻ എന്താണെന്ന് വെച്ചാൽ സോറി രേണു, പിന്നെ നിങ്ങൾ ഈ തിരക്കിനിടയിൽ നിങ്ങളിപ്പോൾ എത്രത്തോളം അതിനു വേണ്ടി ചിലവഴിക്കുന്നു എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ കറക്റ്റായിട്ട് വന്ന ഒരാൾ, കറക്റ്റായിട്ട് ചെയ്യാൻ കഴിയണേ, ഇതിനു വേണ്ടി പരിശ്രമിക്കണ ഒരാൾ എന്തായാലും ഒരാഴ്ച മതി, 1 വീക്കിൽ ചെയ്തിരിക്കും. പക്ഷെ ഒരാൾക്ക് ശരിക്കും അയാളൊന്ന് ഉത്സാഹിച്ചിട്ടുണ്ടെങ്കിൽ ഇത് പഠിക്കാൻ ദിവസത്തിൽ 1 മണിക്കൂർ കണ്ടുപിടിക്കാൻ പറ്റത്തില്ലേ? തീർച്ചയായിട്ടും. ഇപ്പോൾ നമ്മൾ ഈ ആരി വർക്ക് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ അവരുടെ അടുത്ത് ആദ്യം തന്നെ പറയല് 20 മിനിറ്റ് അതിന് വേണ്ടി നീക്കി വെച്ചിരിക്കണം. സ്റ്റിച്ചിങ്ങിൻ്റെ പോലെയല്ല. അതാ പിന്നെ നീഡിൽ പ്രാക്ടീസും ചെയിൻ സ്റ്റിച്ചും നമുക്കൊന്ന് റെഡിയായി വരണമെന്നുണ്ടെങ്കിൽ ഡെയിലി ചെയ്തിരിക്കണം. സ്റ്റിച്ചിങ് അങ്ങനെ ഡെയിലി ചെയ്തില്ലെങ്കിൽ നമുക്ക് റെഡിയാക്കി എടുക്കാൻ കഴിയും. പക്ഷെ അത് കഴിയില്ല. അപ്പോൾ അത് നമ്മൾ ആദ്യം പറയാറുണ്ട്. അതേപോലെ തന്നെ ചുരിദാറും നമ്മളൊരു 1/2 മണിക്കൂർ എന്തായാലും മാറ്റി വെച്ചൂടെ? നമ്മൾ എന്തെല്ലാം കാര്യത്തിന് സമയം ചിലവഴിക്കാറുണ്ട് ഇല്ലേ? എൻ്റെ നെറ്റ്ഫ്ലിക്സ്, എൻ്റെ ആമസോൺ പ്രൈം കൊണ്ടുകൊണ്ട് മാറ്റി വെക്കാറുണ്ട്. അല്ലേ? നമ്മളൊന്നുമില്ലെങ്കിൽ 10 മിനിറ്റ് റീലാണോ സമയം കണ്ടെത്തൂലേ? ബുദ്ധിമുട്ടാണെങ്കിലും കണ്ടെത്താറുണ്ട് അല്ലേ? അതേപോലെ ഇത് മാറ്റി വെക്കണത്. അതായത് ഞാൻ കാശും തന്നിട്ട് എനിക്ക് പഠിക്കാമെന്ന് ഓർത്ത് 6 മാസം കയ്യിലുണ്ടല്ലോ എന്ന് ഓർത്തിരിക്കാതെ ഞാൻ കാശ് തന്നു, ഇനി പഠിക്കേണ്ട ഉത്തരവാദിത്തം ഞാനങ്ങ് എടുക്കണമെന്ന്. താൻ പാതി ദൈവം പാതിയിൽ എൻ്റെ പാതി ഞാൻ കൊടുക്കുക. എല്ലാവരുടെ അടുത്തും പറയാറ് പൈസ തന്ന് വിചാരിച്ച് പഠിക്കാൻ കഴിയില്ല. നിങ്ങൾ പരിശ്രമിക്കാൻ തന്നെ വേണം നല്ല രീതിയിൽ. 6ാം ക്ലാസ് പഠിക്കണ കുട്ടി എൻ്റെ ക്ലാസ്സിൽ പിന്നെ ജോയിൻ ആയതൊന്നും എനിക്ക് അറിഞ്ഞുകൂടെ. എൻ്റെ സ്റ്റാഫാണ് അഡ്മിഷൻ എടുത്തത്. ഒരു ദിവസം മെഷീൻ കംപ്ലയിൻ്റ് ആണെന്ന് പറഞ്ഞിട്ട് എന്നെ വിളിച്ചപ്പോൾ ഞാൻ വീഡിയോ കോളിൽ പോയി. മോളിങ്ങനെ മെഷീൻ എടുത്തിട്ടുണ്ട്, ഉമ്മാനെ വിളിക്കുക പറഞ്ഞു. ഞാനാ മിസ്സേ സ്റ്റുഡൻറ്റ്, ഒന്നല്ല 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി. സ്റ്റിച്ച് ഇതൊക്കെ കാണിച്ചു തന്നപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. എന്തൊക്കെ കഫ്താനി, കോഡ് സെറ്റ്, മാം ഇതൊക്കെ ഞാൻ ചെയ്തതാട്ടോ. കുട്ടിക്ക് മെഷീനൊന്നും നന്നാക്കണ്ട, ഇന്നങ്ങനെ കാണിച്ചാൽ മതി. ആദ്യമായിട്ട് ഞങ്ങൾ തമ്മിൽ നേരിട്ട് കാണണമല്ലോ, ആദ്യമായിട്ട് ആ ഒരു സന്തോഷം. ഞാൻ എൻ്റെ ക്ലാസ്സിൽ സ്റ്റാറാന്നൊക്കെ പറഞ്ഞതിനോട്. അപ്പോൾ ഏതൊക്കെ പ്രായത്തിലുള്ള ആളുകൾ പഠിക്കുന്നുണ്ട്? 6 മന്ത് മുതൽ 6ാം ക്ലാസ് പഠിക്കുന്ന കുട്ടി മുതൽ 72 വയസ്സായ ഒരു ടീച്ചർ വരെ എൻ്റെ ക്ലാസ്സിലുണ്ട്. അത് അമേരിക്കയിൽ നിന്നാണ് ടീച്ചർ. അപ്പോൾ ഒരു 20s 30s 40s അല്ല, ഇങ്ങനെ പടർന്നു കിടക്കുക. അപ്പോൾ ഇപ്പോൾ ഈ 6ാം ക്ലാസ്സിലെ കുട്ടി എന്ന് പറയുമ്പോൾ കുട്ടി സ്റ്റാറായെന്ന് പറഞ്ഞ പോലെ ജീവിതങ്ങളിൽ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടോ? കാരണം പലപ്പോഴും നമ്മൾ പല ബന്ധങ്ങളിലും പല റിലേഷൻഷിപ്സിലും കല്യാണമൊക്കെ കഴിഞ്ഞിട്ടും പലരും അതിൽ നിന്ന് ഇറങ്ങിപ്പോരാത്തതിൻ്റെ റീസണായിട്ട് വരുന്ന 5 പൈസ വരുമാനമില്ല. ചെന്നപ്പോൾ തൊട്ട് ഭർത്താവിനെയും കുട്ടികളെയും നോക്കി ജീവിക്കുകയായിരുന്നു, അവരുടെ വീട്ടിലെ കാര്യങ്ങൾ നോക്കുകയായിരുന്നു. ഒരു പൈസയ്ക്കുള്ള വരുമാനമെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഈ ബന്ധത്തിൽ നിൽക്കേണ്ട വരില്ലായിരുന്നു എന്നുള്ളത്. ശരിക്കും അങ്ങനെയുള്ളവർക്കൊക്കെ ഇങ്ങനൊരു സ്റ്റിച്ചിങ് പഠിച്ചാൽ പിന്നെന്താ ലൈഫ് തന്നെ മാറും. ഷുവർ. എന്താണെന്ന് വെച്ചാൽ നമുക്ക് 2 സൈഡിൽ ഓരോ ലൈൻ ഇട്ട് കൊടുത്താൽ 50 രൂപ കിട്ടും. 50 രൂപ ചെറിയൊരു സംഖ്യ അല്ലല്ലോ. അതെ, ഞാൻ ഈ സൈഡ് ഓൾട്ടർ ചെയ്യുന്നതിന് 50 100 ആട്ടോ ഇവിടെ. അല്ലെ, ഒരു കുറഞ്ഞ നമ്മൾ വീട്ടിൽ വെച്ച് ചെയ്യുമ്പോൾ ചിലപ്പോൾ അത്ര തന്നെ അതിന് ആൾക്കാർ അത്ര പൈസ കൊടുത്തോളുന്നില്ല. 50 രൂപ ചുരുങ്ങിയതാണ് ഞാൻ പറയണത്, അത്ര കിട്ടും. പക്ഷെ നമ്മളെ ക്ലാസ്സിൽ കയറിയിട്ട് പിന്നെ സ്വന്തമായിട്ട് വരുമാനം ഉണ്ടാക്കിയവർ, ഓൺലൈനായിട്ട് പിന്നെ ബിസിനസ് ചെയ്യണവർ, ഇവരൊക്കെ ഇപ്പോൾ ഇന്നലെ എൻ്റെ അടുത്ത് എൻ്റെ ഒരു സ്റ്റുഡൻറ്റ് 50 വയസ്സായിക്കണെന്ന് പറഞ്ഞു. എൻ്റെ അടുത്ത് ഇന്നലെ വിളിച്ചിട്ട് ഇങ്ങനെ സംസാരിച്ച പിന്നോട് പറഞ്ഞു, എപ്പോഴും വിചാരിക്കും മാമിനെ വിളിക്കണം, നിങ്ങളെ തിരക്ക് വിചാരിച്ചിട്ട് വിളിക്കാതിരിക്കുകയാണ്. ഞാൻ 1 പവൻ സ്വർണം വാങ്ങി. ഈ വില കൂടിയ സമയത്ത്
ഒരു പവൻ സ്വർണ്ണം ഞാൻ വാങ്ങിയെന്നൊക്കെ എൻ്റെ അടുത്ത് പറയുമ്പോൾ സ്റ്റിച്ച് ചെയ്ത് അഭിമാനം കൊണ്ട് എനിക്ക് നിൽക്കാൻ വയ്യ. ഞാൻ എൻ്റെ അയൽപ്പക്കത്തുള്ളവരൊക്കെ ഞാൻ സ്റ്റിച്ച് ചെയ്യണത് കാണുമ്പോൾ അവർ ചോദിക്കും A to Z പോയിക്കോളി, അവിടുന്ന് പഠിക്കാമല്ലോ. ഞാൻ അങ്ങനെ പറയും. നിങ്ങൾക്കൊക്കെ കഴിയും. ഞാൻ എൻ്റെ സമയം കണ്ടെത്തിയപ്പോൾ ഞാൻ വിജയിച്ചു, അതേപോലെ നിങ്ങൾക്കും വിജയിക്കാം. ഞങ്ങളെ നമ്പർ എല്ലാവർക്കും കൊടുക്കുന്നുണ്ട് കേട്ടോ. എൻ്റെ അടുത്ത് അതൊക്കെ പറയാനാണ് വിളിച്ചത്. അതേപോലെ അവർ ഓൺലൈനായിട്ട് പിന്നെ കസ്റ്റമർ ഇതെടുത്തതിൻ്റെ ശേഷം, ഓർഡർ എടുത്തതിൻ്റെ ശേഷം സൂറത്ത് നിന്ന് ഓൺലൈനായിട്ട് ക്ലോത്ത് വരുത്തിയിട്ട് ഉടുപ്പൊക്കെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക, കല്യാണ വീട്ടിലൊക്കെ ഒന്നിച്ച് പിന്നെ ഇതെടുക്കുക, ഓർഡർ എടുക്കുക, അവിടെ പോയിട്ട് അളവെടുക്കുക. നമ്മളെ ക്ലാസ്സിൻ്റെ ഒരു പോസിറ്റീവ് എന്താ അറിയോ, ഞാൻ മനസ്സിലാക്കിയത് മറ്റുള്ളവർ ക്യാച്ച് ചെയ്യാൻ കഴിയുന്നത് ഈ ബോഡി മെഷർമെൻറ്റ് കറക്റ്റായിട്ട് നമ്മളെ ബോഡിയിൽ ഫിറ്റിങ്ങൾ ഇട്ട ഡ്രസ്സിൻ്റെ ഫിറ്റിങ്സുകൾ ചെയ്യുമ്പോൾ തന്നെ കിട്ടുകയാണ്. പൊതുവേ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്താൽ വീണ്ടും ഷേപ്പിങ് അങ്ങനെ ഒരു കാഴ്ചപ്പാടിലേക്ക് പോകും. അതിലേക്ക് പോവാതെ ഒറ്റ തവണ ബോഡിയിൽ അളവെടുത്ത് ചെയ്യുമ്പോൾ കറക്റ്റ് ഫിറ്റിങ്സിൽ അത് ഇടാൻ കഴിയുക, അത് നമുക്ക് കോൺഫിഡൻറ്റ് കൂട്ടും. ഞാൻ എൻ്റെ ബോഡിയുടെ അളവിൽ പഠിച്ചു. എനിക്ക് വേറെ ആർക്ക് വേണമെങ്കിലും ലോകത്തിൽ അളവെടുത്ത് സ്റ്റിച്ച് ചെയ്യാനായിട്ട് അതിൽ നിന്ന് പഠിക്കാൻ പറ്റുമോ? തീർച്ചയായിട്ടും. ഇപ്പോൾ അമേരിക്കയിൽ നിന്ന് വന്ന ടീച്ചർ എന്താ പറഞ്ഞാൽ അറിയോ, ഒരു ഓണം, ഈ ഓണമല്ല കഴിഞ്ഞ ഓണം, പിന്നെ എൻ്റെ വീട്ടിലെൻ്റെ മരുമക്കൾക്ക് പേരക്കുട്ടികൾക്കൊക്കെ ഞാനാണ് ചെയ്തത്. ഈ പ്രാവശ്യത്തെ ഓണം നൂർജാൻക്കുള്ളതാണെന്നാണ് പറഞ്ഞത്. അവരങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ, 6ാം ക്ലാസ് പഠിക്കുന്ന കുട്ടി അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ പ്രയത്നിക്കാൻ ഞാൻ പറഞ്ഞല്ലോ. ഓക്കെ ആണെങ്കിൽ ചുരിദാർ എന്നല്ല, പാൻറ്റ് ഷർട്ടൊക്കെ ഹസ്ബൻഡിന് സ്റ്റിച്ച് ചെയ്തിട്ട് ഫോട്ടോ ഇടുന്നവരുണ്ട്. ചുരിദാറിൽ നിന്ന് അപ്പം ഞാൻ മുന്നോട്ട് വരാം. അപ്പോൾ എന്തൊക്കെ പഠിക്കാൻ പറ്റും? ചുരിദാർ നമ്മൾ ഈ 500 രൂപക്ക് കൊടുക്കുന്നത് ചുരിദാർ മാത്രമല്ല, ചുരിദാർ, നൈറ്റി, ബ്ലൗസ്, ഫ്രോക്ക്, ആ മൊത്തം കാര്യങ്ങൾ. ഒരു ലേഡി ഇപ്പോൾ ഒരു തൊഴിൽ അന്വേഷിച്ച് നടക്കുകയാണെങ്കിൽ അവർ നമ്മളടുത്ത് വന്ന് പെട്ടാൽ അവർക്ക് ഒരു ജോലിക്ക് സാധ്യത ഉണ്ടാവണ എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കുകയാണ് 500 രൂപക്ക്. അപ്പോൾ ഇതൊരു ജീവകാരുണ്യ പ്രവൃത്തി പോലെയാണല്ലോ. അതിൽ ഞാൻ സന്തോഷിക്കുന്നുണ്ട്. അപ്പം ഒരിക്കലും തോന്നാറില്ലേ, എനിക്ക് 500 രൂപ ഞാൻ 1000 ആക്കിയാലും ആൾക്കാർ വന്നോളും, എനിക്ക് എങ്ങനെയാണെങ്കിൽ ഇച്ചിരി നല്ല പ്രോഫിറ്റ് കിട്ടും, അങ്ങനത്തെ ഒരു ചിന്തയൊന്നും നൂർജഹാൻ ഒരിക്കലും വരാറില്ലേ? ഒരു ബിസിനസ്സുകാരിക്ക് അത് വരേണ്ടതല്ലേ? വരേണ്ടതാണ്. ഒരു പ്രാർത്ഥന അതിലേറെ വലുതല്ലേ. നമുക്കൊരു രോഗം വന്നാൽ ആ പൈസ ഒക്കെ പോവില്ലേ, പക്ഷെ ഒരാളെ പ്രാർത്ഥന നമുക്ക് കിട്ടിയാലോ. കഴിഞ്ഞ ആഴ്ച ഒരാൾ അഡ്മിഷൻ എടുത്തിട്ടുണ്ട്, 2 കാലിലും സ്വാധീനമില്ല. എന്നോട് പറഞ്ഞു എൻ്റെ 2 കാലിലും സ്വാധീനമില്ല, കുറച്ച് സ്റ്റിച്ച് ചെയ്യും. മാമിൻ്റെ ഒരു ക്ലാസ്സാണ് ഇന്നതിലേക്ക് വരാൻ ഒരു പ്രോത്സാഹനം നൽകിയത്. ഞാൻ ഒരു ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് നേടാൻ കഴിയണത് നമ്മളെ കൺമുന്നിലുണ്ടായിട്ട് നമ്മളെങ്ങോ പറന്നു പോണ സാധനത്തിലും കാത്തിരിക്കും. അപ്പോൾ അവർക്ക് കുറച്ചറിയാലോ. അപ്പോൾ ഞാൻ 1 വർഷം തരാൻ പറഞ്ഞു 500 രൂപക്ക്. അതവർക്ക് 2 കാലിനും സ്വാധീനം ഇല്ലാത്തൊരു വ്യക്തിക്ക് 6 മാസം കൊണ്ട് ഒരു പക്ഷേ വേണ്ടത്ര അവർക്ക് സമയം കിട്ടിയില്ലെങ്കിലോ വിചാരിച്ചിട്ട് അവരെ നമ്മൾ മോട്ടിവേറ്റ് ചെയ്യുക. കൂടുതൽ സമയം കൊടുത്ത് അവർ വരട്ടേന്ന്, അവർ രക്ഷപ്പെടട്ടെ ലൈഫിൽ. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, കാലിൻ്റെ ഈ ഭാഗം വെച്ചിട്ട് മെഷീൻ്റെ സൈഡിൽ ഇത് വെച്ചിട്ട് അങ്ങനെ അപ്പോൾ അങ്ങനെ വെച്ചിട്ടാണ് ഞാൻ പ്രവർത്തിപ്പിക്കണമെന്നൊക്കെ പറഞ്ഞു. വേണമെങ്കിൽ ചക്ക വേരിലും കഴിക്കും. അതെ. അതേപോലെ ഒരു ലേഡി ഇപ്പോൾ അടുത്ത് അഡ്മിഷൻ എടുത്തത്, അവരുടെ അടുത്ത് പറഞ്ഞു ഹസ്ബൻഡ് മരിച്ചിട്ട് 9 മാസമായി, പുറത്തെങ്ങാണ്ട് പോകുമ്പോൾ ആക്സിഡൻ്റ് ആയി, വണ്ടി കാൽമക്കൂടി കയറി മുട്ടിൻ്റെ താഴോട്ട് മുറിച്ചൊഴിവാക്കി. പക്ഷേ മാമിൻ്റെ ഒരു ഇൻ്റർവ്യൂ, ടേണിംഗ് പോയിൻറ്റിൽ ഇൻ്റർവ്യൂ നടന്നിരുന്നു. അത് കണ്ടപ്പോൾ എനിക്കൊരു പ്രതീക്ഷ, തീർച്ചയായിട്ടും ഞാൻ തിരിച്ചു വരും, ആ ഒരു കാലം കൊണ്ട് ഞാൻ വരുമാനം ഉണ്ടാക്കും. അവരതൊക്കെ പറയുമ്പോൾ ഉണ്ടല്ലോ, അതൊന്ന് കിട്ടുന്നൊരു സന്തോഷത്തിന് ആഴം അത് ചെറുതല്ല. എവിടെയോ ഇരിക്കണേ, ഒരു പരിചയമില്ലാത്ത ചിലർ കരയും വിളിച്ചിട്ട്, ചിലർ പറയും കണ്ടിട്ടൊന്ന് കെട്ടിപ്പിടിക്കണം പറയും. അപ്പോൾ നമ്മളെ മൂല്യം ചിലർക്ക് തിരിച്ചറിയില്ല. അമ്മ പറഞ്ഞ പോലെ നമ്മളെ എത്രത്തോളം നമ്മളിൽ ഉള്ളിലുണ്ട് എന്നുള്ളത് തിരിച്ചറിയണമെങ്കിൽ നമ്മളെ ഉള്ളിലേക്ക് വരുന്ന വ്യക്തികൾക്ക് മാത്രമേ കഴിയുള്ളൂ. അപ്പോൾ ഞാൻ പറയട്ടെ, സ്ത്രീകൾ സ്ത്രീകളുടെ തന്നെ വസ്ത്രങ്ങൾ തയ്ച്ചോ ഒരു കുഴപ്പമുണ്ടാവില്ല. പക്ഷെ ഒരുപാട് തയ്യക്കാർ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുള്ളതാണ്, ആണുങ്ങളുടെ ഡ്രസ്സ് നമ്മൾ തയ്ച്ചാൽ ശരിയാവില്ല എന്ന്. അങ്ങനെ അപ്പം ഇല്ല. നമ്മൾ കൊടുക്കുന്ന കണ്ടന്റ് പോലെ ഇരിക്കും. കറക്റ്റ് കാര്യങ്ങൾ സ്റ്റിച്ചിങ്ങിൽ അപൂർവം ആളുകളെ ഷെയർ ചെയ്യുള്ളൂ. അതാണ് അതിൻ്റെ ഒരു അതെന്താ അങ്ങനെ? പല പൊടിക്കൈകൾ ഇപ്പോൾ അടുക്കളയിൽ തന്നെയാണെങ്കിൽ ചപ്പാത്തി ഉണ്ടാക്കാൻ നേരത്തെ അതിലൊരു ഇച്ചിരി എണ്ണ ഇട്ടിട്ട് അത് കുഴച്ച് കഴിഞ്ഞാൽ അതിൽ കുറച്ചുകൂടെ മയം വരും. ഇതൊന്നും ആരും പറയത്തില്ല. അതുപോലെ സ്റ്റിച്ചിങ്ങിനും അങ്ങനത്തെ പൊടിക്കൈകളും നുറുങ്ങു വിദ്യകളും ഒക്കെ ഉണ്ടോ? ടിപ്സാണ് സ്റ്റിച്ചിങ്ങിൽ കൂടുതലുള്ളത്. ഇപ്പോൾ ഞാൻ എൻ്റെ ഷോപ്പിൽ കാക്കാൻ്റെ കീഴിൽ 3 മാസം വർക്ക് ചെയ്തപ്പോൾ നെക്ക് പെർഫെക്റ്റ് ആയിരിക്കുക എന്നുള്ളത് നിർബന്ധമാണ്. ഒന്നാണ് ചെയ്യണമെങ്കിൽ ക്ലീനായിട്ട് ചെയ്തിരിക്കണം, അതാണ് ഓല പോളിസി. അപ്പോൾ നെക്കുമെന്ന് സൂചി നീങ്ങാൻ പാടില്ല എന്ന് ഒരു തവണയെ പറഞ്ഞു തന്നിട്ടുള്ളൂ. ഞാനിന്ന് എൻ്റെ 20,000-ൽ മേലുള്ള സ്റ്റുഡൻറ്റിന് ഞാൻ പറഞ്ഞു കൊടുക്കുകയാണ്, നെക്ക് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഒരു കാരണവശാലും നിങ്ങൾ സൂചി പൊക്കരുത്, സ്റ്റാൻഡ് മാത്രം പൊക്കി കവർ ചെയ്ത് പോരുക. അത് നിങ്ങളത് ചെയ്യുമ്പോഴേ മനസ്സിലാവുള്ളൂ. എനിക്കറിയാം, ഞാൻ തയ്ച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോഴാണ് ആ നെക്കിന് പെർഫെക്ഷൻ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ചിരുന്നു ഇയാൾക്കൊരു 3ാം കണ്ണുണ്ടോയെന്ന്. ഞാനത് ചെയ്ത് കൊടുക്കുമ്പോൾ അപ്പം എന്നെ തിരിച്ചിങ്ങിട്ടിടും, ഇത് ഓക്കെ അല്ല പറഞ്ഞിട്ട്. നെക്ക് ചെയ്ത് അപ്പനെ കാണിച്ചിരിക്കണം. ഞാൻ മനസ്സിൽ വിചാരിക്കും ഒരു 3ാം കണ്ണുണ്ടോ, പക്ഷേ ശരിക്കും 3ാം കണ്ണ് ഉണ്ടായിരിക്കും. ഇത് അറിയണ ആ ഒരു വ്യക്തിക്ക് 3ാമതൊരു കണ്ണുണ്ട് എവിടെ ആയാലും.
എൻ്റെ ഒരു സ്റ്റുഡൻറ്റ് ഒരു ദിവസം ഞാൻ യാത്രയിലായിരുന്നു, പിന്നെ വിളിച്ചിട്ട് പറഞ്ഞു മാം എൻ്റെ ബ്ലൗസ് ഒക്കെ ഓക്കെയാണ്, പക്ഷേ ബാക്ക് വശം ലേശം ലെങ്ത്ത് കൂടിപ്പോയി, മാം പറഞ്ഞ പോലെ തന്നെ ഞാൻ ചെയ്തത്, എവിടെ മിസ്റ്റേക്ക് വന്നത്, മാം പറഞ്ഞതിലാണോ ഞാൻ ചെയ്തതിലാണോ? അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് അത്ര ലെങ്ത്ത് വേണ്ട ബ്ലൗസിന്. അപ്പോൾ എന്നോട് അല്ല മാം ഞാൻ എൻ്റെ അയൽപ്പക്കത്തുള്ള ടൈലർ എടുത്ത് പോയിട്ടാണ് അളവെടുത്തത്. അപ്പോൾ ഞാൻ പറഞ്ഞല്ല അതൊക്കെ ആയിരിക്കും, പക്ഷെ അത്ര വേണ്ട. പക്ഷെ പുള്ളി അത് ഓക്കെ പറയാൻ തയ്യാറല്ല. അപ്പോൾ എനിക്ക് തോന്നി അത് പുള്ളി ഇനി അനുഭവത്തിൽ കൂടി പഠിക്കണം, നമ്മളിനി പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യും, ഞാനിപ്പോൾ തിരക്കിലാണ്, ഇനി രാത്രി വിളിക്ക്, പിന്നെ നിങ്ങൾ ഈ ചെയ്ത ഡ്രസ്സല്ലാതെ നിങ്ങൾ പഴയ ഒരു ബ്ലൗസ് എടുത്തിട്ട് ഷോൾഡർ ഇട്ട് താഴോട്ട് ബാക്ക് പീസിലൊരു അളവ് എടുക്കുക, ആ അളവൊന്ന് എടുത്തിട്ട് അതിൻ്റെ ഒരു ഫോട്ടോ എനിക്ക് വാട്സപ്പ് ചെയ്യുക. 11 മണിക്ക് വിളിക്കുന്നുണ്ട് രാത്രി. മാമിനൊരു 3-ാം കണ്ണുണ്ടോ ചോദിച്ചാണ്. അപ്പോൾ അതല്ല അതിൻ്റെ 3-ാം കണ്ണല്ല പ്രോബ്ലം. എന്ത് പ്രോബ്ലം നമുക്ക് ഫ്രണ്ടിലാണ് ഉണ്ടാവുക, നമ്മുടെ ബ്ലൗസിൻ്റെ ലെങ്ത്ത് കൂടാന്നുള്ളതൊരു ഓപ്ഷനേ അല്ല. അപ്പോൾ അവർക്ക് അത്ര ഒരു ഫീലിങ്സ് ഉണ്ടായിട്ടേ ഇല്ല. അപ്പോൾ അവർക്ക് പെട്ടെന്ന് ഫീൽ ചെയ്തത് എവിടെയാണ്, ബാക്കിൽ ലെങ്ത്ത് കൂടിയിട്ടാണ്, ഇത് ബ്ലൗസ് ഓക്കെ അല്ല എന്ന് ഫീൽ ചെയ്തത്. 1 ഇഞ്ച് മേലോട്ട് കയറി നിന്ന് ശീലിച്ച ഒരാൾക്ക് താഴോട്ട് വരുമ്പോൾ നമ്മളിപ്പോൾ ഇത്ര പോകുന്ന കൈ ഇടുന്ന ഒരാൾക്ക് ഇങ്ങോട്ട് കയറി അത് റെഡി ആവില്ലല്ലോ. അതാണ് സംഭവിച്ചത്. അതേപോലെ കാക്കാക്ക് എന്ത് കണ്ടാലും ഉള്ളിലെ അത് മനസ്സിലാക്കാൻ ഞാൻ കുറച്ച് സമയം പിടിച്ചു. വർഷങ്ങളുടെ അനുഭവ പരിചയമാണ്. അതുപോലെ ഈ സ്റ്റിച്ചിങ് പഠിച്ചിട്ട് ഇപ്പം സ്വർണം ഈ വില കൂടിയ കാലത്ത് ഇതിൽ നിന്ന് തയ്ച്ച് വിറ്റ് മേടിച്ച ഒരാളുടെ കാര്യം പറഞ്ഞല്ലോ, അതുപോലെ ആരെങ്കിലും വിളിച്ചിട്ട് താങ്ക് യു പറഞ്ഞിട്ടുണ്ടോ? അതായത് എൻ്റെ ജീവിത സാഹചര്യം മാറ്റിയത് നൂർജഹാനാണ് എന്നൊക്കെ. പഠിച്ചോനെ എത്രയോ പേര് ഞങ്ങളെ മാലാഖയാണെന്ന് പറയും, ദൈവമാണെന്ന് പറയും. ഒരു ആൾ ഒരു ദിവസം വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ നേരത്തെ ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്, ഹസ്ബൻഡ് മരിച്ചു, 4 വയസ്സായ മോനുണ്ട്, കോട്ടയം പാലയെന്നാണ്. അപ്പോൾ മാമിൻ്റെ അടുത്ത് അവിടെ വന്നിട്ട് ജോലി ചെയ്യാൻ അവസരം തരും, പിന്നെ അവിടെ റൂം എടുത്ത് ഞാൻ നിന്നോളാം, അതുകൊണ്ട് കഴിയണത് ഇട്ട് അതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ബാക്കി വെച്ചിട്ട് വേറെ എന്തെങ്കിലും ചെയ്യുക, അങ്ങനെ വിചാരിക്കട്ടെ. ഞാൻ ഒന്നും ചെയ്യേണ്ട അങ്ങോട്ട് വരും വേണ്ട, ഇവിടെ ഒരു അവസരമില്ല, 500 രൂപ മുടക്കണം. അതെന്താ ഈ 500 രൂപയും ചോദിക്കണമെന്ന് അറിയോ? ഞാൻ ഒരുപാട് പേർക്ക് ഫ്രീ ആയിട്ട് കൊടുത്തിട്ടുണ്ട്, അവരതിന് മൂല്യം കണ്ടിട്ടില്ല, അതിനെ വേദനിപ്പിച്ചിട്ടുണ്ട്. കാരണം ഞാൻ അവരൊന്ന് കോൺടാക്ട് ചെയ്ത് നോക്കിയിട്ടുണ്ട്. അപ്പോൾ അവർ പറയും ഞങ്ങൾ കാണാറില്ല മാം, ഒരു വിഷയമില്ല അവർക്ക്. അപ്പോൾ 500 രൂപ വരുമ്പോൾ 500 ഇൻ്റെതുണ്ടല്ലോ അവിടെ, അതിനൊരു വേവലാതി ഉണ്ടാവുമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ 500 നിർബന്ധമായിട്ടും. ഇപ്പോൾ ഈ കുട്ടീൻ്റെ അടുത്ത് സങ്കടം പറയുമ്പോൾ 500 വേണ്ട കാര്യക്കൊള്ളി എന്നൊക്കെ പറയാൻ എൻ്റെ മനസ്സ് അങ്ങനെയാണ്. പക്ഷേ അങ്ങനെ ചെയ്താൽ ആ കുട്ടി രക്ഷപ്പെടില്ല. 500 കൊണ്ട് കുട്ടി ഒരിക്കലും ആ ഒരു തൊഴിലിലേക്ക് വരില്ല. അവളിത് വെറുതെ കിട്ടിയത് ഇതിന് മൂല്യം കാണാൻ സാധ്യത കുറവാണ്. ഇപ്പോൾ അവർ ഷോപ്പിട്ട് സ്റ്റാഫിനെ വെച്ച് വർക്ക് ചെയ്യുന്നുണ്ട്. എന്നും രാവിലെ വിളിക്കും. ഒരു ദിവസം ഞാൻ കുളിക്കുകയായിരുന്നു, എന്നിട്ട് മോളാണ് ഫോൺ എടുത്ത് പറഞ്ഞു. അപ്പോൾ ആൾക്കത്ര തൃപ്തിയായില്ല. പിന്നെ ഷോപ്പ് വെച്ച് എന്നാൽ പിന്നെ ആരടുത്തും അങ്ങനെ സംസാരിക്കാൻ ടൈമിലാണ്, ഡൗട്ട്സ് ക്ലിയർ ചെയ്യാൻ അങ്ങനെ തിരക്കായി പോയില്ലേ. പിന്നെ അന്ന് രാത്രി വിളിച്ചിട്ട് പറഞ്ഞു, മാം ഇന്ന് എനിക്ക് കടയിലിരിക്കാൻ ഒരു മൂഡുണ്ടായില്ല, മാമിൻ്റെ ശബ്ദം കേൾക്കാൻ എനിക്ക് എന്തോ പോലെയാണ്, എൻ്റെ ദൈവമാണ്. ഞാൻ പറയും ദൈവത്തോടൊന്നും ഉപമിക്കണ്ട, ദൈവം തന്ന അനുഗ്രഹമാണ് നിങ്ങൾക്ക് ആ തൊഴിൽ. പക്ഷെ രക്ഷപ്പെട്ടു. പിന്നെ അങ്ങനെ എത്രയോ പേര് പഠിപ്പിക്കണ ആൾക്കാരുണ്ട്. ഓഫ്ലൈനിൽ ക്ലാസ് ഇട്ടിട്ട് എന്നിട്ട് സ്റ്റുഡൻറ്റ് ഡൗട്ട് പറയാൻ പാടിപ്പോ അറിയില്ല, സ്റ്റുഡൻറ്റ് ഡൗട്ട് ചോദിക്കുന്ന സമയത്ത് എന്നെ വിളിക്കും, എനിക്കിത് പറഞ്ഞു കൊടുക്കാൻ കഴിയില്ല. സബ് കച്ചവടങ്ങളോടെ വേറെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ സംശയം, ഞാൻ ചുരിദാർ പഠിക്കുവാണ്, ഞാൻ ചുരിദാറെന്ന് വീണ്ടും വീണ്ടും പറയാൻ അറിയാമല്ലോ, ഞാൻ ചുരിദാറിൻ്റെ ആളാണ്. ഞാൻ ചുരിദാർ പഠിക്കുന്ന സമയത്ത് എനിക്ക് കുറേ സംശയം വന്നു. അപ്പം നൂർജഹാൻ ഇങ്ങനെ രാവിലെ തൊട്ട് ആൾക്കാർ വിളിച്ചുകൊണ്ടിരിക്കുകയല്ലേ, അപ്പം ഞാനിത് എപ്പോൾ എനിക്ക് വിളിച്ച് ചോദിക്കാൻ പറ്റും? അങ്ങനെ ഒരു സമയമില്ല. അത് രാവിലെ 10 to 5 വരെ എല്ലാവരുടെ അടുത്തും പറയുന്നുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഒരുപാട്, പിന്നെ ഇപ്പോൾ ഈ തിരുവനന്തപുരത്ത് ഞാൻ പറഞ്ഞ ഒരു 7000-ൽ മേലെ സ്റ്റുഡൻ്റ് ഉണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് മാത്രം? കൊച്ചിയിൽ നിന്നുണ്ട്, കോട്ടയം, എന്താ പറയുക, തൃശ്ശൂർ, എല്ലാ ജില്ലകളെടുത്ത് പറയാൻ പറ്റില്ല. 1-ാം സ്ഥാനം തിരുവനന്തപുരം, 2-ാം സ്ഥാനം കാസർഗോഡ്. കാസർഗോഡിനൊക്കെ മനസ്സിലാക്കിയെടുക്കാൻ ഭയങ്കര പാടാണ്, അവർ സംസാരം എനിക്ക് ഭയങ്കര പാടാണ്. പക്ഷേ ഇപ്പോൾ എനിക്ക് മംഗലാപുരം വരെ ഓക്കെയാണ്. അതുകൊണ്ടാണ് കർണാടക കുറച്ചും കൂടി ഓക്കെ ആയി പോയത്. ഇവരൊക്കെ അവർ ഒരുപാട് തവണ എൻ്റെ അടുത്ത് പറയും. പക്ഷെ എല്ലാവരുടെ അടുത്തും ഞാൻ പറയുന്ന ഒരു കാര്യം എന്താ അറിയോ, നിങ്ങൾ ഒരു വീഡിയോ ഞാൻ ഇട്ട് കൊടുക്കും പറഞ്ഞില്ലേ, അത് കണ്ടിട്ട് നിങ്ങൾ ഓക്കെ ആണെങ്കിൽ മാത്രം കയറിയാൽ മതി. വെറുതെ എൻ്റെ ക്ലാസ്സിൽ കയറി തന്നെ വേണ്ട. അതിൽ നിങ്ങൾ കോൺഫിഡൻ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുമെന്ന് തോന്നുകയാണെങ്കിൽ വന്നാൽ മതി. ഒരു പിന്നെ കുട്ടി ഇതേപോലെ വിളിച്ചിട്ട്, അല്ല അവർ ഹസ്ബൻഡിന് നമ്പർ കൊടുത്തേക്കായിരുന്നു, അവർ മാഷാണ്. എൻ്റെ അടുത്ത് പറഞ്ഞു എൻ്റെ വൈഫ് 2-3 തവണ ഓഫ്ലൈനിൽ പോയിട്ടുണ്ട്, എൻ്റെ പൈസയും പോയി തുണിയും പോയി, 12,000 കണ്ട് നഷ്ടമായി. അപ്പോൾ ഇനിയിപ്പോൾ 500 രൂപേൻ്റെ ക്ലാസ് നിങ്ങളെടുത്തിട്ടുണ്ട് പറഞ്ഞു. ഒരു ദിവസം വീട്ടിൽ സ്വസ്ഥത തരുന്നില്ല, കോൺടാക്ട് ചെയ്യാനാണ് പറയണത്. നിങ്ങൾ എങ്ങനെയെങ്കിലും പറഞ്ഞവളെ ഇന്ന് പിന്തിരിപ്പിച്ചായിരുന്നു, എനിക്കിനി കഴിയില്ല തുണി വാങ്ങാൻ. 500 രൂപയല്ല തുണി വാങ്ങാൻ. സത്യമാണല്ലോ, വെട്ടിപ്പണിക്കാൻ തുണി വേണ്ട. അപ്പം ഞാൻ പറഞ്ഞു സാറ് ഏതായാലും ഇത്രയും പൈസ കളഞ്ഞില്ല, ഇത്രയും തുണി കളഞ്ഞു. ഈ സാർ ഒരു പഴയ വെള്ള തുണി കൊടുത്തിട്ട് ഒരു 500 രൂപയും കളയും, ഒരു ചുരിദാറിൽ അടിച്ചിരിക്കും. പിന്നെ കുറേ ദിവസം കഴിഞ്ഞപ്പോൾ 2 ആളും കൂടി വീഡിയോ കോൾ വരുന്നുണ്ട്. എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ എൻ്റെ അനുഭവം വെച്ച് പറയുകയാണെങ്കിൽ സ്കൂൾ ടീച്ചറായിരുന്നെങ്കിൽ കുട്ടികൾ മൊത്തം A+ വാങ്ങിയതെന്ന്.
ഈ ഭർത്താവിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് പലരും ഭാര്യമാരുടെ നമ്പറുകളിൽ നിന്ന് പഠിക്കുന്ന ഭർത്താക്കന്മാരുണ്ടെന്ന് പറഞ്ഞത് ശരിയാണോ? എങ്ങനെ? അതായത് ഓൺലൈനിൽ ക്ലാസ് വൈഫായിരിക്കും പേ ചെയ്യുന്നതെല്ലാം, പക്ഷെ പഠിക്കുന്നത് ഭർത്താവായിരിക്കും, അങ്ങനെയുണ്ട്. ഉണ്ട് ഉണ്ട് ഉണ്ട്. ആ നമ്മൾ ജെൻസിന് ക്ലാസ് കൊടുക്കാറില്ല. അതൊന്നും ഉണ്ടായിട്ടല്ല, ഇതൊരു ലേഡീ സംരംഭമല്ലേ. എന്തെങ്കിലും ഒരു ഇഷ്യൂ വന്നാൽ അതൊരു പ്രയാസം ഉണ്ടാക്കും. അപ്പോൾ നമ്മൾ അത്രയും ബുദ്ധിമുട്ടിയിട്ടാണ് ഇതിനെ വളർത്തിയെടുത്തിക്കുന്നത്. അപ്പോൾ തളർത്താൻ പെട്ടെന്ന് കഴിയും, വളരാനാണല്ലേ പ്രയാസം. ഒരുപാട് പേര് കോൺടാക്ട് ചെയ്യും ഈ പാൻറ്റിൻ്റെ വീഡിയോ കണ്ടിട്ട്. അപ്പോൾ ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞിട്ടുള്ള നിങ്ങളെ വൈഫിനെ ചേർത്തോളി, എന്നിട്ട് നിങ്ങൾ രണ്ടാളും കൂടി പഠിക്കും. പറ്റുമല്ലോ. അങ്ങനെ പഠിച്ചവരുണ്ട്, ജോലി ചെയ്യണവരുണ്ട്. എൻ്റെ അടുത്ത് കുറേ പേര് വിളിക്കാറുണ്ട്. നമുക്ക് അങ്ങനെ കൂടുതൽ സമയം അവരോട് സംസാരിക്കാൻ സമയമില്ലല്ലോ, പക്ഷേ എങ്കിലും അവർ പറയാറുണ്ട് സ്റ്റിച്ചിനെ കുറിച്ച് ഒന്നും അറിയാതെയാണ് ഞങ്ങളൊക്കെ ഇതുവരെ പണിയെടുത്തിരുന്നത്, ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നില്ലേ സ്റ്റിച്ചിങ്ങിൽ. പിന്നെ ഓൺലൈനിൽ നമ്മൾ പഠിപ്പിക്കുമ്പോൾ ഒത്തിരി സംശയങ്ങൾ ആളുകൾക്ക് വരും. അതായത് ഇത് ശരിക്കും എത്ര വീഡിയോ തരും, ഈ വീഡിയോ ഒരൊറ്റ വീഡിയോയിലെല്ലാം തീരുവാണോ, അതോ എങ്ങനെയത് റെഗുലർ ആയിട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്ത് ഒരാൾക്ക് കൊടുക്കുവാണോ, അതോ എല്ലാം കൂടെ ഉള്ളൊരു സെറ്റ് കൊടുക്കുവാണോ, എങ്ങനെയത്? ഇത് ഇപ്പം നമ്മൾ ആഴ്ചയിൽ 2 ക്ലാസ്സാണ് കൊടുക്കുന്നത്. ഇപ്പോൾ തിങ്കൾ വ്യാഴം അങ്ങനെയാണ് ഞങ്ങൾ മുന്നോട്ട് പോണത്. അപ്പോൾ ഫസ്റ്റത്തെ ദിവസം നമ്മൾ കൊടുക്കുന്ന പാൻ്റ് ആണെങ്കിൽ ഒരു പാൻറ്റ്, ഒരു നോർമൽ പാൻറ്റ്, അതിന് മൊത്തം ക്ലാസ്സും കൊടുക്കുകയാണ്. അവരെ ഫ്രീ ടൈമിൽ അവർ കാണട്ടെ. നമ്മൾ അവരെ വിളിച്ചങ്ങൾ ചെയ്തു അങ്ങനെയൊന്നുമില്ല, നമ്മൾ അതിന് നമുക്ക് സമയമില്ല. പക്ഷെ അവർക്ക് ആവശ്യം ഉണ്ടെങ്കിൽ അവർ നമ്മളെ വിളിച്ചാൽ നമ്മൾ വീഡിയോ കോളിൽ പോയിട്ട് പോലും അവരെ കോൺഫിഡൻ്റ് ആക്കി എടുത്തിരിക്കും. ഇനി നമ്മളിത് ഓൺലൈനിൽ തുടങ്ങിയ ഉടനെ തന്നെ ഇപ്പം 20,000 സ്റ്റുഡൻസിന് മേലുണ്ട്. അപ്പോൾ ഈ ഓൺലൈനിൽ തുടങ്ങിയ ഉടനെ തന്നെ ഇരച്ചൊരാൾ വരുമായിരുന്നോ, അതോ പതുക്കെ 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 വന്നിട്ട് പിന്നീട് അങ്ങോട്ട് എക്സ്പോണൻഷ്യലി കയറി പോകുമായിരുന്നോ, എങ്ങനെയായിരുന്നു ഇത്? 6 മാസത്തോളം ഒരു പതുക്കെയാണ് വന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഈ കുടുംബശ്രീ വഴി പിന്നെ CDSൻ്റെ നമ്പർ വാങ്ങിയിട്ട് എല്ലാവർക്കും ഷെയർ ചെയ്ത് അവരിലൂടെയാണ് ഇത് പുറത്തേക്ക് എത്തിക്കാനൊരു ശ്രമം നടത്തിയത്. ആ ശ്രമം വിജയിച്ചു. ആ നാൾ കയറിയില്ല എന്നുള്ളതല്ല, നമുക്കൊരിങ്ങനൊരു പ്ലാറ്റ്ഫോമിൽ ഇങ്ങനൊരു സംഭവം ഉണ്ട് എന്നുള്ളത് മറ്റുള്ളവരെ അറിയിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായി. പിന്നീട് പിന്നെ ഈ ഒരു ഐഡൻറ്റിറ്റിക്ക് വന്നപ്പോൾ നമുക്കൊരു ഷോപ്പായപ്പോൾ ഈ നമ്മളെ സ്ഥാപനം അരീക്കോട് ടൗണിലാണ് സ്ഥിതി ചെയ്യുന്നത് അങ്ങനെയൊക്കെ പറയുമ്പോൾ ഇത് ഓക്കെയാണ്. അപ്പോഴും ഒരു എന്താ പറയുക, ആൾക്കാർക്ക് ഇത് ഓൺലൈൻ ആയതുകൊണ്ട് അത്ര കണ്ട ഒരു വിശ്വാസം വരില്ല. മെയിൻ പഠിക്കാൻ കഴിയുമോ എന്നുള്ള പേടിയാണ്. 500 പോവുമോ, പഠിക്കാൻ കഴിയുമോ, ആ ഒരു പേടിയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെ പതുക്കെയാണ് വന്നത്. പിന്നെ നമുക്കൊരു കസ്റ്റമർ ഉണ്ട്. അപ്പോൾ തിരുവനന്തപുരത്തുള്ള അവരുടെ വൈഫിന് ഇങ്ങനെ ഇതേപോലെ ആൾട്രേഷൻ വർക്ക് ചെയ്യാൻ വേണ്ടി വരുന്നതാണ്. വന്നാൽ പുള്ളി അവിടുന്ന് ആ സമയത്ത് വെച്ച് പോവില്ല, ആ സമയത്ത് സ്പോട്ടിൽ ചെയ്ത് കൊടുക്കണം. അപ്പോൾ എനിക്ക് കോൾ വരുന്നേ കണ്ടപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചു, സ്റ്റിച്ചിങ് അല്ലാതെ എന്താ ചെയ്യണമെന്ന്. ഓൺലൈനിൽ ക്ലാസ് എടുക്കുന്നുണ്ട്, അപ്പോൾ എങ്ങനെ അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കണമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ അങ്ങനെ പറഞ്ഞു, ഞാൻ കുടുംബശ്രീ വഴിയാണെന്ന്. അപ്പം എന്നോട് പറഞ്ഞു ഇങ്ങനെ പിന്നെ ഈ സോഷ്യൽ മീഡിയ വഴി ഇതിന് ഫേസ്ബുക്ക് ഇൻസ്റ്റയിലൊക്കെ ആഡ് ഇട്ട് കണ്ട് ഇതിനൊരു ഇതുണ്ട്, അപ്പോൾ അതേപോലെ ചെയ്താൽ മതി പറഞ്ഞപ്പോൾ ഞാൻ അതിൻ്റെ മരുമകൻ്റെ അടുത്ത് പറഞ്ഞു, ഓനാണ് എന്നെ എല്ലാത്തിനും സപ്പോർട്ട് ചെയ്യുന്നത്. അങ്ങനെയാണ് മറ്റുള്ളവരിലേക്ക് കൂടുതൽ എത്താനുള്ള സാഹചര്യങ്ങൾ ഉണ്ടായത്, കൂടുതൽ ആളുകൾ വരാനുള്ള. പിന്നെ ഞാൻ ഗിവ് അവേ കൊടുക്കാറുണ്ട്, മെഷീനാണ് കൊടുക്കുക, 23,000-ൻ്റെ മെഷീൻ കൊടുക്കുക. മൊത്തം സോഷ്യൽ മീഡിയ എങ്ങനെ ഉപയോഗിക്കാമെന്ന് പഠിച്ച ഒരാളാണ്. അപ്പം എത്രത്തോളം ഞാനിനി ഈ ഒരു ബിസിനസ് ഇത്രയും സക്സസ്ഫുള്ളി ഇപ്പോൾ 7 കൊല്ലമായിട്ട് ഓൺലൈനിൽ സക്സസ്, എത്ര കൊല്ലമായി? 1.5 വർഷമായിട്ടുള്ളൂ. അപ്പോഴത്തേന് ഇത്രയും പിള്ളേരായി. അതായത് ലോകം മുഴുവൻ നമ്മൾ വ്യാപിക്കുകയാണ് ഇനി ഈ പോക്കിൽ, അല്ലേ? അത്രയധികം സ്റ്റുഡൻസ് വരുന്നുണ്ടല്ലോ ഓരോ ആഴ്ചയും. അപ്പോൾ ഒരു സ്ത്രീ സംരംഭകയാണ്, സിംഗിളായിട്ട് ഉള്ളപ്പോൾ തുടങ്ങിയൊരു ബിസിനസ്സും അല്ല. ഇളയ മോന് 3 മാസമുള്ളപ്പോൾ തൊട്ട് പഠിച്ച് തുടങ്ങി, അതിനുശേഷം ബിസിനസ്സിലേക്ക് വന്ന ഒരാളാണ്. അപ്പോൾ സ്ത്രീകളോട് മാത്രമായിട്ടുള്ളതെന്ന് ചോദിക്കുന്നതിനേക്കാൾ ഉപരി ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് സ്വന്തം അനുഭവത്തിൽ നിന്ന് എന്താ പറയുക? എല്ലാവരുടെ അടുത്തും പറയാനുള്ളത് എന്താ അറിയോ, നമ്മൾ എന്താണോ ചെയ്യണത് അതിൽ നമുക്കൊരു കുറച്ചൊരു അറിവുണ്ടായിരിക്കണം. ഇപ്പോൾ എൻ്റെ സ്റ്റിച്ചിങ് മേഖലയിൽ എനിക്ക് വളരാൻ കഴിയുന്നത് എൻ്റെ സ്റ്റാഫ് ഒരു സമയം വിട്ടുപോയാലും അതിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ എന്നെക്കൊണ്ട് കഴിയും. അപ്പോൾ നമുക്കതിനെക്കുറിച്ച് കുറച്ചൊരു ധാരണ ഇല്ലാതെ നമ്മൾ ആ മേഖലയിലേക്ക് വന്നാൽ അത്ര പെട്ടെന്ന് സക്സസ് ആവാൻ കഴിയുമെന്നറിയില്ല. നമുക്ക് ധാരണ ഉള്ളൊരു സംഭവത്തിൽ നമ്മൾ വരികയാണെങ്കിൽ നമ്മൾ അധ്വാനിക്കാൻ നന്നായി പണിയെടുക്കുക എന്നുള്ളതാണ്. നന്നായി അധ്വാനിക്കാൻ തയ്യാറാവുകയാണെങ്കിൽ നമുക്ക് വിജയിക്കാൻ കഴിയും. ചിലപ്പോൾ പരാജയപ്പെട്ടവരുണ്ടാവും, അത് അവരെ തീരുമാനങ്ങളിൽ ഉണ്ടാവണ ആ ഒരു ഇതുകൊണ്ടാണ്, അല്ലാതെ അവരെ മോശം കൊണ്ടല്ല. ആ സമയത്ത് ഉണ്ടാവണ അവരെ തീരുമാനത്തിലുള്ള വ്യതിയാനം കൊണ്ടാണ് അവർക്ക് ആ പരാജയം ഉണ്ടായിട്ടുണ്ടാവുക. നമ്മൾ കുട്ടികളായിരിക്കുമ്പോഴേ നമ്മളമ്മ നമ്മളെ താഴെ നിർത്തിയിട്ട് നടക്കാൻ പഠിപ്പിക്കും. നമ്മൾ വീഴും അറിഞ്ഞിട്ടല്ലേ, പക്ഷെ നമ്മളെന്നും ഇങ്ങനെ കൊണ്ടുനടക്കാൻ പറ്റുമോ? നമ്മൾ നടത്തണ്ടേ? നമ്മൾ വീഴും നടക്കുമെന്ന് പഠിപ്പിച്ചത് നമ്മളെ ഉമ്മയാണ് അല്ലേ. അവരിൽ നിന്ന് കിട്ടിയ ആ ഒരു അറിവ് മതി. നമുക്ക് എന്തായാലും വീണിട്ടുണ്ടെങ്കിൽ എഴുന്നേൽക്കണം എന്ന് പഠിപ്പിച്ച് തന്നിട്ടുണ്ട്. എഴുന്നേൽക്കണം, ഒരിക്കലും അതിൻ്റെ പേരിൽ സങ്കടപ്പെട്ടിരിക്കരുത്. പിന്നെ തളർത്താൻ ഇഷ്ടം പോലെ, ഞാൻ പറഞ്ഞല്ലോ, തളർത്താൻ ഇഷ്ടം പോലെ ആൾക്കാരുണ്ടായിരിക്കും. വളർത്താൻ അപൂർവം നമ്മളെ ഉള്ളിൻ്റെ ഉള്ളിൽ സ്നേഹിക്കുന്ന ആൾക്കാർ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ ഇതിലേക്ക് തന്നെ നോക്കുക.
നമ്മൾ ഈ തളർത്തണ അതിൽക്കൊന്നും നോക്കണ്ട. നമ്മൾ എല്ലാവരും കൂടി നന്നാക്കാൻ നമ്മളെ കൊണ്ട് കഴിയില്ലല്ലോ. നമ്മൾ നന്നാവാൻ പറ്റുമോ നോക്കിയാൽ മതി. നല്ല രീതിയിൽ എഫേർട്ട് എടുക്കുക. നമുക്ക് എന്തെങ്കിലും വരുമാനം വേണമെങ്കിൽ നമ്മൾ അധ്വാനിക്കണം, നമ്മളതിന് വേണ്ടി പ്രയത്നിക്കണം. ആരെങ്കിലും പ്രയത്നിച്ചാൽ നമുക്കൊന്നും കിട്ടില്ല. നമ്മളടുത്ത് ഒരാൾ പറയും ഈ സീറ്റിൽ വന്നിരുന്നോ, ഞാനിന്ന് ഈ സീറ്റിൽ വന്നിരിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അധ്വാനത്തിൻ്റെ ഫലമാണ്. അതേപോലെ ഒരാൾ നമ്മളെ കൊണ്ട് ഇരുത്തി തരില്ല, നമ്മൾ തന്നെ അതിന് വേണ്ടിയിട്ട് പരിശ്രമിക്കണം. അപ്പം നിരാശപ്പെട്ടിരിക്കുകയേ ചെയ്യരുത് ലൈഫിൽ. അതുപോലെ ഫിനാൻസ്, സാമ്പത്തികം ഒരു പ്രശ്നമാണ്. നമ്മളൊരു ബിസിനസ് തുടങ്ങണമെങ്കിൽ നമുക്ക് അറിവുണ്ട്, കഴിവുണ്ട്, അതിലുപരി അതും ഒരു പ്രധാന സംഗതിയാണ്. എങ്ങനെ പൈസയുടെ ഒരു വരവ് ഇതിന് ആവശ്യമാണ്. അപ്പോൾ എനിക്ക് പൈസ ഇല്ല, അതുകൊണ്ട് എനിക്ക് തുടങ്ങാൻ പറ്റത്തില്ല എന്ന് പറയുന്ന ആൾക്കാരോട് എന്ത് പറയും? അത് അവരെ കഴിവിലേക്ക് അവർ നോക്കാഞ്ഞിട്ടാണ്. അവരിൽ കഴിവുണ്ടെങ്കിൽ, അവരുടെ ഉള്ളിൽ ആവശ്യം അതിശക്തമാണെങ്കിൽ അതിനുള്ള വഴി അവർ കണ്ടെത്തിയിരിക്കും. ഞാൻ പറഞ്ഞില്ല, ഞാൻ ഒരു മെഷീനിൽ അത് ചെയ്ത് തുടങ്ങിയിട്ട് ഞാൻ എൻ്റെ സ്റ്റുഡൻറ്റിനെ വിളിച്ച് വരുത്തി ക്ലാസ് കൊടുത്തിട്ട് അതിൽ നിന്നാണ് ഞാൻ മെഷീൻ വാങ്ങുന്നത്. ഒരു പക്ഷെ നമുക്ക് പിന്നെ വലിയ ബിസിനസ്സൊക്കെ അവർ ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറായവരല്ലേ ചെയ്യാം. ചെറിയ രീതിയിൽ ചെയ്ത് മുന്നോട്ട് വരണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് അവരുടെ ഉള്ളിലെ കഴിവിനെ അവർ വളർത്താൻ നല്ല ശ്രമം നടത്തിയാൽ മതി. അവർക്ക് അതിനുള്ള പൈസ, പിന്നെ താൻ പാതി ദൈവം പാതി എന്നല്ലേ, വഴി ദൈവം തന്നോളൂ, നമ്മൾ പ്രയത്നിച്ചാൽ മതി. ഇനിയിപ്പം വീട്ടിൽ നൂർജഹാനാണെങ്കിൽ വീട്ടിൽ സപ്പോർട്ട് ഉണ്ടായിരുന്നു. അതായത് ഭർത്താവിൻ്റെ ഉമ്മ സപ്പോർട്ടായിട്ട് നിന്നു. പിന്നീട് ഇപ്പോൾ വന്നു കഴിയുമ്പോൾ മകളുടെ ഭർത്താവ് എല്ലായിടത്തും കൊണ്ടുപോകാനായിട്ട്, ഇതിനെല്ലാം വേണ്ടി നടക്കാനായിട്ട്, സോഷ്യൽ മീഡിയ നോക്കാനെല്ലാമായിട്ട് ഇപ്പം വീട്ടിൽ തന്നെയുള്ള ആൾക്കാർ വളരെ സപ്പോർട്ടീവാണ്. പക്ഷേ പല വീടുകളിലും ഇപ്പം നേരത്തെ ഹസ്ബൻഡിനോട് ആദ്യം വേണമെന്ന് പറഞ്ഞപ്പോൾ വേണ്ട എന്ന് പറഞ്ഞ പോലത്തെ ഒരു വേണ്ടായായിരിക്കും കേൾക്കുന്നത്. അങ്ങനെ ഒരു വേണ്ടായിരുന്നു കേട്ടതെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെ കേൾക്കുന്നവർക്ക് ഇതുപോലെ ഒരു പടർന്ന് പന്തലിച്ചൊരു ബിസിനസ്സിലേക്ക് വരാനായിട്ട് ഇപ്പം ഈ ഇത്രയും വർഷങ്ങളുടെ അനുഭവത്തിൽ നിന്ന് നൂർജഹാൻ എന്ത് പറയും? അല്ല, വേണ്ടാന്ന് പറഞ്ഞാൽ നമ്മളിലൊരു കഴിവ് ഉള്ളിലുണ്ടെങ്കിൽ, നമ്മളിപ്പോൾ എന്തെങ്കിലും ആഗ്രഹിച്ച് നമുക്ക് നേടണം എന്നുണ്ടെങ്കിൽ ആര് വേണ്ടാന്ന് പറഞ്ഞാൽ നമ്മളതിലെത്തും. അതിന് നമ്മൾ കുറച്ച് ധൈര്യം കാണിക്കണം. നമ്മൾ പിറകോട്ടിരുന്നാൽ ഒന്നും നടക്കില്ല. നമ്മൾ കുറച്ച് ധൈര്യം കാണിച്ച് മുന്നോട്ട് വരിക തന്നെ വേണം. അങ്ങനെ ചിന്തിക്കാനൊരു മനസ്സ് നമുക്ക് ഉണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും മുന്നോട്ട് വരും. ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ എന്നോട് വേണ്ടാന്ന് പറഞ്ഞു, എൻ്റെ ഹസ്ബൻഡിൻ്റെ അടുത്ത് പറഞ്ഞത് എന്താ, അവിടെ ഒരു കാക്ക ആയതുകൊണ്ടായിരിക്കും ഞാൻ വിചാരിക്കണം. എന്നോട് പറഞ്ഞിട്ടില്ല ഇതുവരെ. എനിക്ക് തോന്നി, പ്രത്യേകിച്ച് ഞങ്ങൾ മലപ്പുറം ജില്ലയല്ലേ, അപ്പോൾ അന്നൊന്നും അത്ര അങ്ങോട്ട് പുറത്തേക്ക് സ്ത്രീകൾ പോവുക, അങ്ങനെ ജോലിക്ക് പോവുക, അതൊന്നും ആർക്കും അംഗീകരിക്കാൻ. പ്രത്യേകിച്ച് എനിക്കൊരു 3 മാസമായ കുട്ടി പറഞ്ഞാൽ എപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കൂലേ, അപ്പോൾ അതിനിട്ട് പോകുക എന്നുള്ള ഒട്ടും പോസിബിൾ അല്ലാത്ത കാര്യമല്ലേ. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, അപ്പോൾ ഞാൻ പറഞ്ഞു അവിടെ കാക്ക ആയിട്ടാണ് നിങ്ങൾ പറഞ്ഞേക്കാത്തതെന്നുണ്ടെങ്കിൽ എനിക്കൊരു കാക്കാൻ്റെ അടുത്ത് നിന്ന് പഠിക്കണം എന്നാണ് ആഗ്രഹം. ഞാൻ എന്ത് സംഭവം എനിക്ക് തോന്നിയത് എന്താണെന്ന് വെച്ചാൽ നമ്മളെക്കാളും കോൺഫിഡൻ്റ് ആണ് അവർ. ഇന്ന് ഞാൻ എന്തും കട്ട് ചെയ്യും, പാൻറ്റ് ഷർട്ട് കോട്ട് സ്കേർട്ട് ഇനിയിപ്പോൾ ഏത് മോഡലിൻ്റെ മുന്നിൽ കണ്ടാലും അത് കട്ട് ചെയ്യാൻ ധൈര്യം എനിക്കുണ്ട്. അതൊക്കെ കാക്കാൻ്റെ അടുത്ത് നിന്ന് കിട്ടിയതാണ്. അയാൾ തന്ന ആ 3 മാസത്തെ ഒരു അറിവാണെങ്കിലും അതൊരു 1.5 അറിവായിരുന്നു. ഇപ്പം ധൈര്യം വേണമെന്നുള്ളത് പറഞ്ഞല്ലോ, നമ്മൾ ചെയ്യണം. ഇപ്പം അതിൽ തന്നെ വേറൊരു കാര്യമുണ്ട്. ഇപ്പം ഞാൻ എൻ്റെ മോനെ 4 മാസമുള്ളപ്പോൾ ജോലിക്ക് കയറി. കേൾക്കാത്തതൊന്നുമില്ല. എൻ്റെ വീട്ടിലുള്ളവരൊഴികെ എല്ലാവരും ആ ചെറിയ കൊച്ചിനെ ഇട്ടിട്ട് ഇപ്പോൾ ജോലിക്ക് പോകേണ്ട കാര്യം എന്താ, നിങ്ങൾക്ക് വീട്ടിലിപ്പോൾ അതിൻ്റെ ആവശ്യം എന്താണ്, ഒരു ബ്രേക്ക് എടുത്താൽ എന്താ. അന്ന് ഞാൻ കുറേ കേട്ടു. അന്ന് ഞാൻ ഇട്ടിട്ട് പോയെങ്കിൽ ഇന്ന് ഈ ചോദ്യം ചോദിക്കാൻ ഞാനിപ്പുറത്തിരിക്കില്ല. അതുപോലെ ഞാൻ ഒരുപാട് പേരോട് സംസാരിക്കുമ്പോൾ ഇപ്പം കേൾക്കുന്ന ഒരു കാര്യമാണ്, കുട്ടിക്കൊരു 1 വയസ്സാവട്ടെ, കുട്ടിക്കൊരു 2 വയസ്സാവട്ടെ, അത് കഴിയുമ്പോൾ ആവട്ടെ, അത് കഴിഞ്ഞ് നമുക്ക് ഇറങ്ങാം, അത് കഴിഞ്ഞിറങ്ങാം. പിന്നെ അടുത്ത കുട്ടിയായി, പിന്നെ ഇരിപ്പായി, ഒരുപാട് വർഷങ്ങൾ മുന്നോട്ട് നീളും. ഈ കൊച്ചിനെ ഇട്ടിട്ട് ആ ഒരു 3 മാസത്തിൽ പോകുന്ന സമയത്ത് ആ അനുഭവിച്ചൊരു മാനസിക സംഘർഷവും ആ വേദനയും ശരിക്കും അതെങ്ങനെയായിരുന്നു? അതിൽ നിന്ന് എങ്ങനെയാണ് കയറി വന്നേ? അത് മോനക്ക് എന്താണെന്ന് വെച്ചാൽ ഒരു 11 മണിക്ക് നമ്മൾ ഭക്ഷണം കൊടുത്തിട്ട് കുളിപ്പിച്ച് ഭക്ഷണം കൊടുത്ത് ഉറക്കിയിട്ടുണ്ടെങ്കിൽ അവനൊരു 2 മണി വരെ എന്തായാലും ഉറങ്ങും. അതാണ് എനിക്ക് ഏറ്റവും നല്ലൊരു കാര്യമായി തോന്നിയത്. പിന്നെ ആൾ ഭയങ്കര തടിയായിരുന്നു, അത്യാവശ്യം നല്ല. അപ്പം ആർക്കും ഇങ്ങനെ എടുക്കാൻ കഴിയില്ല ഓനെ. അപ്പോൾ ഇനിയിപ്പോൾ ഓനെ ഉണർന്നാലും പിന്നെ ഇങ്ങനെ തൊട്ടിലാട്ടി കൊടുത്തിട്ട് ഉറക്കും. അപ്പോൾ രാത്രി മുഴുവൻ എഴുന്നേറ്റ് കിടക്കില്ലേ? ഇല്ല, ചെറിയ മോനല്ലേ, 3 മാസം, മക്കൾ ഉറങ്ങണ പ്രായമല്ല അതൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് മോനെ ആലോചിച്ചൊരു ടെൻഷൻ എനിക്കില്ല. എൻ്റേതായ ശാരീരിക ബുദ്ധിമുട്ടുകൾ അത് കാരണം എനിക്കുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്താ ചിന്തിച്ചതെന്ന് വെച്ചാൽ 3 മാസമല്ലേ ഞാൻ സഹിക്കേണ്ടി വരുള്ളൂ. ഞാനിനി മോന് വളരണം എന്ന് വിചാരിക്കുമ്പോൾ പിന്നെ വീണ്ടും 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 നമ്മളെ ഓരോ ആവശ്യങ്ങൾ കൂടിക്കൊണ്ടിരിക്കും. കുറച്ച് കഴിഞ്ഞാൽ കുട്ടി ഓടും, അപ്പോൾ ഉമ്മ നോക്കാൻ കഴിയില്ല എന്ന് പറയാനേക്കാരം. ഇപ്പം എന്ന് വെച്ചാൽ ഇട്ടാലവിടെ കിടക്കും ആൾ അല്ലേ ശരിക്കും. അപ്പോൾ അവനെ നോക്കണ ഒരു കാര്യം മാത്രമേ ഉള്ളൂ എന്നാണ് ഞാൻ അന്ന് ചിന്തിച്ചിട്ടുള്ളത്. പക്ഷെ അവിടെ പോയപ്പോൾ എനിക്ക് കുറേ ദിവസം എനിക്ക് സങ്കടം ഉണ്ടായിരുന്നു. ഞാനിങ്ങനെ ചെയ്യണം, ഞാൻ കസ്റ്റമറുടെ ഡ്രസ്സല്ലേ ചെയ്യണം, 1 രൂപ പോലും തരുന്നില്ല. ഞാൻ പോരുമ്പോൾ ഇത് പിന്നെ പീസ് വർക്കാണ്, നമ്മുടെ അടുത്ത് പറയുള്ള പീസ് വർക്കാണ്. പക്ഷേ ക്യാഷൊന്നും തരാഞ്ഞപ്പോൾ എനിക്ക് ഇങ്ങനെ നിരാശ തോന്നി. ഞാൻ പഠിക്കണം എന്ന് എൻ്റെ ഉള്ളിലുണ്ട്, ഞാൻ അതിനു വേണ്ടി പോയതാണ്, അല്ലേ, ഓട്ടോക്ക് പൈസ കൊടുക്കണ്ടേ. അപ്പം വരുമ്പോൾ ഓറഞ്ച് മതി എന്നാ എൻ്റെ മക്കൾ പറയാം, അമ്മ ഓറഞ്ച് മതി. അപ്പോൾ ഞാൻ ചില ദിവസം വിചാരിക്കും ഇങ്ങനെ റബ്ബേ ഓറഞ്ച് വാങ്ങുക, ഇവിടുന്നൊന്നും തരുന്നില്ലല്ലോ, അങ്ങനെ ഞാൻ വിചാരിക്കും. പക്ഷേ എന്നെ നെട്ടിച്ച് കളഞ്ഞ
ആ കാക്ക എന്താണെന്ന് വെച്ചാൽ ഞാൻ 3 മാസം കഴിഞ്ഞ് ഇങ്ങോട്ട് പോര്, ഇനി ഞാൻ വരില്ല കേട്ടോ കാക്ക, എൻ്റെ മോളെ സ്കൂൾ തുറന്നാണ്, ഇനി ഇപ്പം ഇനി പഠിച്ചോ ചോദിച്ചു. ഒരു വിധമൊക്കെ മനസ്സിലായി പറഞ്ഞു ഞാൻ. എൻ്റെത് ചെയ്യാനുള്ളതൊക്കെ ഞാൻ പഠിച്ചിട്ടുണ്ട്. അന്ന് 15,000 രൂപ തന്നു എനിക്ക്. അപ്പോൾ നമ്മൾ ഒരാളെ കാക്ക മരിച്ചു പോയിട്ടോ. അപ്പോൾ ഞാൻ പറയണത് എന്താണെന്ന് വെച്ചാൽ തെറ്റിദ്ധാരണകൾ വളർത്തരുത്, നമ്മൾ വെച്ച് പുലർത്തരുത്. ഒരു വ്യക്തിനെ നമ്മൾ ഒരിക്കലും മുന്നേ അളക്കരുത്. അതൊക്കെ ഞാൻ ഇപ്പോൾ ഇതിൽ പറയണത് എന്താണെന്ന് വെച്ചാൽ, ഞാനിങ്ങനെ പിന്നെ അതിൻ്റെ ഒരു കാര്യങ്ങൾ സീക്രട്ടൊന്നും നമുക്ക് പറഞ്ഞു തരില്ല. അതവരെ പറഞ്ഞിട്ട് കാര്യമില്ല. അവർ ബിസിനസ് ചെയ്യാണ്, അവരുടെ സ്ഥാപനത്തിൻ്റെ നിലനിൽപ്പിന് അവർ ഇന്ന വളർത്തുകയല്ല, അവർ വളരാൻ ശ്രമിക്കുകയല്ലേ ചെയ്യുക. അപ്പോൾ അതൊക്കെ നമ്മൾ അത്രയും എഫേർട്ട് എടുത്ത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. പക്ഷേ സ്വയം കണ്ടുപിടിച്ചല്ലോ. അതെ, കണ്ടുപിടിക്കുക എന്നുള്ളത്. അതിനൊരു അവസരം തന്നില്ലേ, അത് വലിയതല്ലേ. പക്ഷേ അന്ന് ആ ക്യാഷ് അവർ എനിക്ക് 50, 100 ആയിട്ട് തന്നിരുന്നെങ്കിൽ ഒന്നും ഉണ്ടാവില്ല. ഞാൻ തീർത്തേനെ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് പല വിഷമങ്ങളും അനുഗ്രഹങ്ങളായിട്ട് പിന്നീട് വരും. ഷുവർ. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ഇതിന് ഗോൾഡ് വാങ്ങണം, ഒരു കാരണവശാലും ഈ ക്യാഷ് നിങ്ങൾ വേറൊരു കാര്യത്തിന് ഉപയോഗിക്കരുത്. ഈ ഗോൾഡ് കാണുമ്പോൾ ഇത് ഞാൻ അവിടെ പോയിട്ട് ജോലി ചെയ്തതാണല്ലോ, അങ്ങനെ നിങ്ങളെ മനസ്സിലേക്ക് തോന്നും. ഒരു പക്ഷേ ഗോൾഡ് വാങ്ങാനുള്ള പ്രചോദനം, എൻ്റെ ലൈഫിൽ ഞാൻ ഒരുപാട് ഗോൾഡ് വാങ്ങിയ ഒരാളാണ്. പിന്നെ അത് അദ്ദേഹത്തിൽ നിന്ന് കിട്ടിയതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എന്നിട്ട് അത് വെച്ച് ഗോൾഡ് വാങ്ങി. ഒരു പവൻ്റെ അന്ന് പവന് 15,000 രൂപ. ഞാൻ പിന്നെ എങ്ങനെ ചിന്തിക്കും, ഈ കാക്കൊരു പക്ഷേ അന്ന് അത്ര പിന്നെ സ്വർണ്ണത്തിന് അത്രയാണ് പൈസ, ചിലപ്പോൾ ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ട് അത്ര പൈസ ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, അതുകൊണ്ടായിരിക്കും ഒരു അത്ര തന്നതെന്നൊക്കെ പല സമയത്തും ഞാൻ അങ്ങനെ ചിന്തിക്കാറുണ്ട്. പക്ഷെ എന്തായാലും ഒരു വലിയൊരു യാത്രയാണ് ശരിക്കും പറഞ്ഞു. ഇപ്പം നോക്കുമ്പോൾ പറയുമ്പം തുടങ്ങി എത്തി 20,000-ലേറെ സ്റ്റുഡൻസ്, ഈ 20,000 സ്റ്റുഡൻസ് എന്ന് പറയുമ്പോൾ ഓരോ ഏജൻസികളും അക്കാഡമികളും ഒക്കെ ഒരു 100 പിള്ളേരെ തികയ്ക്കാൻ വേണ്ടിയിട്ട് ഇന്നത്തെ കാലത്ത് പെടാപ്പാട് വിടുമ്പോഴാണ് 20,000-ലേറെ സ്റ്റുഡൻസ്. എനിക്ക് ലോകം മുഴുവൻ ഉണ്ടെന്ന് നൂർജഹാൻ ഭയങ്കര സിമ്പിളായിട്ട് പറയണേ. തിരിഞ്ഞു നോക്കുമ്പോൾ എന്തെങ്കിലും ഡിഫറെൻ്റ് ആയിട്ട് ചെയ്യുമായിരുന്നോ? ഇപ്പോഴത്തെ ഒരു പൊസിഷനിൽ നിന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ കാര്യം അത് അങ്ങനെ അല്ലായിരുന്നെങ്കിൽ ഞാൻ കുറച്ചുകൂടെ വളർന്നേനെ, അങ്ങനത്തെ എന്തെങ്കിലും ഒരു തോട്ടുണ്ടോ? അതോ ഞാൻ ഭയങ്കര കണ്ടന്റ് ആണ്, ഒരു ഫീലിംഗ് ആണോ? അല്ല, എൻ്റെ മനസ്സിൽ ഞാൻ എൻ്റെ ഈ പോക്ക് നല്ല രീതിയിൽ ഞാൻ ചിന്തിച്ചതിൽ കൂടുതൽ പഠിച്ചോ എനിക്ക് തന്നിട്ടുണ്ട്. നമ്മൾ അതിന് നന്ദി പറയാമെന്നല്ലാതെ എനിക്ക് ഒന്നും കൂടി മെച്ചപ്പെട്ട്, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ എൻ്റെ അയൽപ്പക്കത്തുള്ളവരാണ് ആദ്യം തയ്യൽ പഠിപ്പിച്ചത്. ഒരുപാട് പേര് ചോദിച്ചു എൻ്റെ അരി മുടങ്ങൂലേന്ന്. അതെ, തൊട്ടടുത്തൊക്കെ തയ്യക്കാർ വന്നാൽ അപ്പോൾ എൻ്റെ മുന്നിലൂടെ കസ്റ്റമർ അവരുടെ വീട്ടിലേക്ക് പോയാലും ഞാൻ ഒരിക്കലും നിരാശപ്പെട്ടിട്ടില്ല. എന്തോ എനിക്ക് ദൈവം അങ്ങനത്തെ ഒരു മനസ്സ് തന്നത് വലിയ സന്തോഷമായിട്ടാണ് ഞാൻ ചിന്തിക്കണത്. അത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഞാൻ ചിന്തിക്കല അവർക്ക് വരുമാനം ഉണ്ടാവട്ടെ, എനിക്കുള്ള വരുമാനം പഠിച്ചോൻ തന്നോളൂ. എന്നോട് ചോദിച്ചവരോടൊക്കെ ഞാൻ പറഞ്ഞു. ഒരാൾ ഒരു ദിവസം എന്നോട് പറഞ്ഞു, ഇത് ചെയ്ത് ഭയങ്കര അബദ്ധമായിപ്പോയി, എൻ്റെ ഒരു തൊഴിൽ മാർഗ്ഗമാണല്ലോ ജീവിച്ചത്, അങ്ങനെ വിൽക്കാൻ പാടില്ലായിരുന്നു. അപ്പോൾ ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞു, ഒരു സ്കൂളിൽ 3,000-3,500 കുട്ടികളുണ്ട്, അവർ ഉച്ചഭക്ഷണം കഴിക്കുന്നുണ്ട്. അതിന് അരി ഗവൺമെൻറ് കൊടുത്താലും അരി ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സ്ഥലത്ത് അത് ഉണ്ടായെങ്കിലല്ലേ കിട്ടുള്ളൂ. അതാര് കൊടുത്തതാണ്? ദൈവം കൊടുത്തതല്ലേ. എനിക്കും എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാവും. ഇപ്പോൾ ഞാൻ വീട്ടിലിരുന്നാലും പുറത്ത് പോയാലും ഈ ഒരു സംഭവം നടക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്ത് ഇവിടെ ഇരിക്കുമ്പോഴും എൻ്റെ സ്റ്റാഫ് അവിടെ ഓക്കെയാണ്, അവർ 7 പേരുണ്ട്. അപ്പോൾ അത് ദൈവം തന്ന അനുഗ്രഹമാണ്. അത്ര പേർക്ക് നമുക്ക് ജോലി കൊടുക്കാൻ കഴിയാമെന്ന് സന്തോഷമല്ലേ? ഒന്നും ചോദിക്കാനില്ല, സന്തോഷം തന്നെയാണ്. ഇപ്പം 20,000-ലേറെ ആളുണ്ട്. പക്ഷെ നമുക്ക് ഇങ്ങനെ വന്നു കഴിയുമ്പോൾ ബിസിനസ് അല്ലേ, നമ്മളെപ്പോഴും ആലോചിക്കുമല്ലോ, നമുക്കൊരു സംഖ്യ കാണും. ഒരു 5 കൊല്ലം കഴിയുമ്പോൾ എനിക്ക് ഇത്ര പേര്, എനിക്ക് അവർക്ക് ജോലി കൊടുക്കാൻ പറ്റണം, ഇത്ര പേര് എൻ്റെ സ്റ്റുഡൻസ് ആയിട്ടുണ്ടാവണം, അങ്ങനെ ഒരു സംഖ്യ എപ്പോഴെങ്കിലും മനസ്സിൽ കണ്ടിട്ടുണ്ടോ? തീർച്ചയായിട്ടും 10 ലക്ഷം സ്റ്റുഡൻറ്റ്. 10 ലക്ഷം സ്റ്റുഡൻസ് നമ്മൾ ഇനി കാണാൻ പോകുന്നത് ആ 10 ലക്ഷം സ്റ്റുഡൻസ് വരുമ്പോഴായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് പിരിഞ്ഞാലോ? 10 ലക്ഷം സ്റ്റുഡൻസ് വരുമ്പോഴായിരിക്കും ഇനി ഞാൻ നൂർജഹാനും ഇരിക്കാൻ പോകുന്നത്, ഞാൻ ഉൾപ്പെടെ. ഓക്കെ. അപ്പോൾ ഇനി നമുക്ക് പഠിച്ചു കഴിഞ്ഞിട്ട് ഞാൻ സ്ഥിരം എൻ്റെ കോളുകൾ കാണും. സൈഡ് എങ്ങനെ വെട്ടും. അല്ല, ഞാൻ സെപ്പറേറ്റ് എഴുതി വെക്കും. ഞങ്ങളുടെ അടുത്ത് വരുന്ന സ്റ്റുഡൻറ്റിന് ഓരോ, ഇപ്പോൾ ഡോക്ടേഴ്സ് ഉണ്ട്, അതേപോലെ അഡ്വക്കേറ്റ്സ് ഉണ്ട്, പോലീസുകാർ, അങ്ങനെ എല്ലാ മേഖലയിൽ നിന്നും നമുക്ക് സ്റ്റുഡൻസ് ഉണ്ട്. അപ്പോൾ അവരൊക്കെ എന്നോടുള്ള സമീപനം കാണുമ്പോൾ എനിക്ക് എന്തൊരു സന്തോഷമാണെന്നറിയോ. ഒരു പക്ഷേ ഞാൻ ഞാൻ ഇങ്ങനെ പുറത്തിറങ്ങണമെന്ന് ആഗ്രഹിച്ച ഒരാളേ അല്ല. എൻ്റെ കുടുംബപരമായിട്ട് എൻ്റെ ബ്രദർ അവർക്കൊന്നും ഇഷ്ടമല്ല എൻ്റെ ഒരു വീഡിയോ എൻ്റെ ബ്രദറൊന്നും കാണാറില്ല. അവർക്ക് ഇഷ്ടമല്ല അങ്ങനെയൊന്നും കാണുന്നത്. അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ ബ്രദർ ഒരു കമൻ്റ് ഇട്ടത് എൻ്റെ ഇൻ്റർവ്യൂവിൻ്റെ താഴെയാണ്, എൻ്റെ സിസ്റ്റർ അറിഞ്ഞിട്ട് അഭിമാനം തോന്നിപ്പോയി. എത്ര പേർക്ക് ജോലി കൊടുക്കുക, അതേപോലെ ഇതൊരു തൊഴിൽ മാർഗ്ഗം ആക്കാൻ പറ്റിയ വ്യക്തികൾ, അതൊക്കെ വെച്ചിട്ട്. പക്ഷേ അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം അതാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം. നമ്മളെ ഫാമിലിയിലായാലും പുറത്തൊരാളായാലും നമ്മളിലൂടെ അഭിമാനിക്കുക എന്നുള്ളത്. പിന്നെ നമ്മളെ എന്താ പറയുക, നമ്മളെ ജില്ലാ മിഷൻ കോർഡിനേറ്റർ വിളിച്ച് അഭിനന്ദിച്ച് നമ്മളെ ഷോപ്പിൽ വന്നു, അതൊക്കെ സന്തോഷമാണ്. കാരണം അവരെ കുടുംബശ്രീ ഒരു സംരംഭക എന്നുള്ള ആ ഒരു ലേബലിൽ നമ്മൾ വളർന്നല്ലോ. അപ്പോൾ അതൊക്കെ ഒരു സന്തോഷമല്ലേ. ഒരു കാര്യം കൂടെ ചോദിക്കട്ടെ,
ഇപ്പം ബ്രദറിൻ്റെ കാര്യം പറഞ്ഞില്ലേ, ഞാൻ 2006 ഞാൻ TV ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ജോലി തുടങ്ങിയ ഒരാളാണ്. എൻ്റെ വീട്ടിലൊന്നും എൻ്റെ ഒരൊറ്റ പ്രോഗ്രാം പോലും കണ്ടിട്ടില്ല. ഇഷ്ടമല്ല ക്യാമറയുടെ മുന്നിലിരിക്കുന്നത്, ഇതൊന്നും ഇഷ്ടമല്ല. റീസെൻ്റ്ലി ആണ് എന്നോട് വലിയ കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ വന്നത്. ആ സമയം അത്രയും പുറത്തുള്ളവർ എന്നോട് നല്ലത് പറയുമ്പോഴും എൻ്റെ വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ ഇതാണ് ഇവളുടെ പണി എന്നുള്ള ആറ്റിറ്റ്യൂഡായിരുന്നു. അപ്പോൾ എനിക്കിപ്പോഴത് മനസ്സിലായേ. അപ്പം നൂർജഹാൻ്റെ വീട്ടിൽ നിന്നും ഇത് ചെയ്യുമ്പോൾ ഒരു 10,000 സ്റ്റുഡൻസ് എൻ്റെ മിസ്സെന്ന് പറയുമ്പോഴും വീട്ടിൽ അങ്ങനെയല്ല കണ്ടെങ്കിൽ ചുറ്റുമുള്ളവരെല്ലാം നമുക്ക് ഒഴിവാക്കാം, ചെവി അടയ്ക്കാം, സോഷ്യൽ മീഡിയ നോക്കാതിരിക്കാം. അവർ പറയുമ്പം ആര് എന്ന് വെച്ച് വിടാം. പക്ഷെ വീട്ടിലുള്ളവർ പറയുമ്പോൾ അതെങ്ങനെ ഹാൻഡിൽ ചെയ്ത്, ഇഷ്ടമല്ലാത്ത ആ സമയങ്ങളിൽ അതെങ്ങനെ ഹാൻഡിൽ ചെയ്തു? അത് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അങ്ങനെ ഒരു വിഷയം ചിന്തിച്ചില്ല. കാരണം എന്താ വെച്ചാൽ എനിക്ക് ഈ സംരംഭം മുന്നോട്ട് കൊണ്ടുപോകുക, ഇതിൽ വിജയിക്കുക എന്നുള്ളത് എൻ്റെ ലക്ഷ്യമായിരുന്നു. ഞാൻ അതുകൊണ്ടാണ് ഞാൻ ആദ്യം എന്നെ കാണിക്കാതെയാണ് യൂട്യൂബ് ചാനൽ തുടങ്ങിയത്. എൻ്റെ ക്ലാസ് മറ്റുള്ളവർക്ക് മനസ്സിലാവുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യാനിരുന്നത്. എന്നിട്ട് ഞാൻ ചെറിയ കാര്യങ്ങൾ കണ്ടൻറ്റ് മാറ്റി വെച്ചിട്ട് ചെറിയ കാര്യങ്ങൾ വ്യക്തമായിട്ട് പറഞ്ഞു കൊടുത്തിട്ട്, അപ്പോൾ ഫസ്റ്റ് എനിക്കൊരു 17K ആളിൻ്റെ ഒരു വീഡിയോ കണ്ടപ്പോൾ അവരൊക്കെ കമൻറ്റ്, പിന്നെ നല്ല ക്ലാസ്സാണ്, ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. അതിൽ നിന്നാണ് ഓൺലൈൻ ക്ലാസ് സക്സസ് ആക്കാൻ കഴിയുന്നുള്ള ചിന്ത എനിക്കുണ്ടായത്. ഓക്കെ, പഠിച്ചുകൊണ്ടിരിക്കുമായിരുന്നു ഓരോ പോയിന്റ്. അതെ, പിന്നെ ഞാൻ എന്നെ കാണിച്ചത് ഇത് ജെനുവിനാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എന്നെ കാണിച്ചപ്പോൾ അതിൻ്റെ വീട്ടുകാർക്ക് ഇഷ്ടമില്ല. പക്ഷേ ഇപ്പോൾ അവരെന്നെ ഓക്കെയാണ്, അംഗീകരിച്ചു. പക്ഷേ ഞാൻ ഈ സ്റ്റിച്ചിങ്ങിൽ നമ്മൾ ബേസിക് ടു അഡ്വാൻസ്ഡ് ക്ലാസ്സാണ് കൊടുക്കണമെന്ന് വെച്ചാൽ, ഇപ്പോൾ ലേഡീസ്, ജെൻസ്, ആരി വർക്ക്, ഡിസൈനർ ഫ്രോക്ക്, അതേപോലെ ഹാൻഡ് എംബ്രോയ്ഡറി, കോട്ട്, സ്കേർട്ട്, എന്താണോ അവർ ആവശ്യപ്പെടുന്നത്, അവർക്ക് എന്ത് വേണം, ഒരു തൊഴിൽ ചെയ്യാൻ ആദ്യം വരെ അടുത്ത് ഞാൻ പറയുന്നത് ലേഡീസിൻ്റെ എടുത്താൽ മതി. കാരണം അവർക്ക് ആദ്യം വേണ്ടത് തൊഴിലാണ്. രണ്ടാമത് അവർക്ക് എന്താ അവരുടെ സ്കില്ലിനെ ഡെവലപ്പ് ചെയ്യാണ്. അപ്പോൾ അവർ നെക്സ്റ്റ് കോഴ്സ്, ഏത് കോഴ്സ് എടുത്താലും 500 രൂപ അടച്ചാൽ മതി. അവർക്ക് ബോണസാണ് എല്ലാം. വാരിക്കോരി കൊടുക്കുക എന്ന് കേട്ടിട്ടില്ല നമ്മൾ. ഇതൊരു വല്ലാത്ത, ശരിക്കും ചില ഗവൺമെൻറ് സ്കൂളുകളിലൊക്കെ ഫ്രീ ആയിട്ട് പഠിക്കാമെന്ന് പറയണ പോലെ 500 റുപ്പീസ് തന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് എന്നും പഠിക്കാമെന്ന് പറയുമ്പോൾ ശരിക്കും ഞാൻ നൂർജഹാൻ ചെയ്യുന്നത് ഞാനൊരു സോഷ്യൽ വർക്ക് എന്ന പോലെ തന്നെയാണ് കാണുന്നത്. കാരണം അങ്ങനെ അതിനെ കാണാൻ പറ്റൂ. നൂർജഹാനെ പഠിച്ചോൻ ഇനിയും ഒരുപാട് അനുഗ്രഹങ്ങൾ തരട്ടെ. 10 ലക്ഷം കടന്നും ലോകം മുഴുവനുള്ള മലയാളികളിലേക്ക് ഒരു വീട്ടിൽ സൈഡ് അടിക്കാനെങ്കിലും അറിയുന്ന ഒരു എത്രയോ കുടുംബമാവട്ടെ. ഒരു ചുരിദാറിൻ്റെ സ്റ്റിച്ചിങ്ങിന് കൊടുക്കണ ക്യാഷ് കൊണ്ട് എത്രയോ കുടുംബത്തിൽ സന്തോഷം ഉണ്ടാക്കി. ഒരു കുട്ടീൻ്റെ അടുത്ത് പറഞ്ഞു, പിന്നെ BEd കഴിഞ്ഞിട്ട് പിന്നെ PSC കോച്ചിങ്ങിന് ഹസ്ബൻഡ് ആയിരുന്നു പൈസ കൊടുത്തിരുന്നത്. ഓരോ എക്സാം പോയി വരുമ്പോഴും കിട്ടാതെ വരുമ്പോൾ അന്ന് വീട്ടിൽ സമാധാനത്തിൽ ഉറങ്ങില്ല. ആ പൈസൻ്റെ പോയതിനെ കുറിച്ച് പറഞ്ഞിട്ട് എനിക്കിങ്ങോട്ട് മടുപ്പ് തോന്നി ലൈഫിനോട്. ഞാൻ എന്താ മാം ചെയ്യണം? അന്ന് സ്റ്റുഡൻ്റ് അല്ല, ജസ്റ്റ് എന്തോ എൻ്റെ വീഡിയോ കണ്ടപ്പോൾ എന്തോ അവർക്ക് ഇന്നൊന്ന് വിളിക്കാൻ തോന്നിയതാണ്. ഞാൻ പറഞ്ഞു ഒരു 500 രൂപ അടച്ചിൻ്റെ ക്ലാസ് കയറി. അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ ചിന്തിക്കുന്നതൊരു ബിസിനസ്സാണെന്ന്. അല്ല, നിങ്ങൾക്കൊരു വരുമാന മാർഗ്ഗമല്ലേ വേണ്ടത്. എന്നിട്ട് അതിൽ നിന്ന് കിട്ടുന്ന പൈസ നിങ്ങൾ PSC കോച്ചിങ്ങിന് പോവുക, ഹസ്ബൻഡിനെ സഹായിക്കുക. പിന്നെ ഹസ്ബൻഡ് അത് പറഞ്ഞ് നിങ്ങളൊരു സങ്കടപ്പെടണ്ട. ഹസ്ബൻഡ് പറഞ്ഞതുകൊണ്ടാണ് നിങ്ങൾ എന്നെ വിളിച്ചത്, അല്ലേ? അതെ, വേറൊരു വഴി അവിടെ നിന്ന് തിരിഞ്ഞു. പിന്നെന്താ, നമ്മൾ ചെറിയ വാതിൽ അടയണത് എന്തുകൊണ്ടാണ്? വലിയ വാതിൽ തുറക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് ചിന്തിച്ചാൽ മതി. അപ്പോൾ ഹസ്ബൻഡിനോട് ഒരിക്കലും മോശം ചിന്താഗതി ഒന്നും തോന്നണ്ട പറഞ്ഞു. ആൾ എന്നിട്ട് ശരിക്കും പഠിച്ചു. പിന്നെ ഇപ്പോൾ PSC കോച്ചിങ്ങിനും പോകുന്നുണ്ട്, ഇത് വർക്ക് ചെയ്യുന്നുണ്ട്, കുട്ടികൾക്ക് ട്യൂഷൻ എടുക്കുന്നുണ്ട്. ഹസ്ബൻഡിന് കുറേ പൈസ അങ്ങോട്ട് കൊടുത്ത് കടം വീട്ടി. എന്നിട്ട് എൻ്റെ അടുത്ത് പറയും ഇപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലെ രാജാവാന്ന്. വേറെ ആൾ അതേപോലെ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ വീട്ടിൽ ഒരു വാല്യൂ ഇല്ലായിരുന്നു എനിക്ക്. എൻ്റെ മക്കൾക്ക് ഭക്ഷണം ഉണ്ടാക്കുക, ഹസ്ബൻഡിനെ ഡ്രസ്സ് അയൺ ചെയ്യുക, അത് ചെയ്തില്ലെങ്കിൽ കറക്റ്റ് ശബ്ദവും ലഹളിയും ഒരു സംഭവം നേരം വെളുക്കുമ്പോൾ. നമ്മളെ ടൈമൊന്നും ആർക്കും വിഷയമല്ല. എല്ലാവർക്കും അവനവൻ്റെ കാര്യങ്ങൾ ക്ലിയർ ആയിരിക്കണം. ഞങ്ങൾ ക്ലാസ് കയറിയതിന് ശേഷം 9 മാസം കൊണ്ട് 1 ലക്ഷം രൂപ ഞാൻ ഉണ്ടാക്കിയത്. ഇഷ്ടമുള്ളവർ ഞാൻ പറയണത് കേട്ടിരിക്കണം. അതപ്പം എൻ്റെ പോളിസി. ഇപ്പം എല്ലാവരും ഞാൻ പറയണത് കേൾക്കും. അല്ലെങ്കിലും പണമുള്ളവന് വിലയുള്ളൂ. അപ്പൊ സ്വന്തമായിട്ട് അധ്വാനിക്കുക. എനിക്ക് പണി കിട്ടുന്നില്ല, ഞാൻ അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞിരിക്കുന്ന സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും ഒരു ഡ്രസ്സെങ്കിലും തയ്ക്കാൻ പഠിക്കുക. അവനോൻ്റെ എങ്കിലും തയ്ക്കുക. പൈസ സേവ് ചെയ്യാലോ. അത് അഭിമാനം കൂടിയാണ്. അപ്പം ഒരുപാട് പേർക്ക് ഇനിയും വെളിച്ചം പകരാനായിട്ട്, വഴി കാണിക്കാനായിട്ട്, ഒരുപാട് ജീവിതങ്ങൾക്ക് മാറ്റം ഉണ്ടാക്കാനായിട്ട് നൂർജഹാന് സാധിക്കട്ടെ എന്ന് ഞാനും ആശംസിക്കുകയാണ്. രേണുവിനെ കണ്ടതിലും എനിക്ക് വളരെ സന്തോഷം. എൻ്റെ ഫാമിലിയിലുള്ള എല്ലാവരും പറഞ്ഞു രേണുവിൻ്റെ അടുത്താണ് എന്ന് പറഞ്ഞപ്പോൾ സന്തോഷം. പറയണം. രേണുവും ഇങ്ങനെ തന്നെ കയറി വന്നതാ, വേറെ ഫീൽഡാന്നേ ഉള്ളൂ. അപ്പോൾ ഒരുപാട് പേരെ ഇൻ്റർവ്യൂ ചെയ്യാനുള്ള അവസരം ഉണ്ടാവട്ടെ. എല്ലാവിധ അനുഗ്രഹങ്ങളും ഇതേപോലെ സൗന്ദര്യം, സന്തോഷവും ആരോഗ്യമൊക്കെ എന്നും ഉണ്ടായിരിക്കട്ടെ. ഒരുപാട് നന്ദി. പ്രസന്റ് ഉണ്ടല്ലോ, ഒരു വല്ലാത്തതാ മുഖത്തേക്ക് നോക്കുമ്പോൾ ആ ചിരി. അതങ്ങനെ തന്നെ നിൽക്കാനുള്ള പ്രതീക്ഷയിലും പരിശ്രമത്തിലുമാണ്. നൂർജഹാൻ ഇതുപോലെ തന്നെ പോസിറ്റീവായിട്ട് എല്ലാവരോടും സംസാരിക്കാൻ പറ്റട്ടെ. അപ്പോൾ ഒരുപാട് നന്ദി. താങ്ക് യു. വെൽക്കം.